ഒരു ചെറിയ വിശദീകരണം ഉണ്ട് അവിടെ. എന്താണ്? ഒരാൾ സന്മാർഗിയാവാന്നുള്ളതും താൻ സന്മാർഗത്തിൽ തന്നെ ആവണമെന്ന ബോധം അയാളിൽ ശക്തമാവാന്നുള്ളതും തമ്മിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. ഒരാൾ സന്മാർഗിയാണ്, നല്ല നിലക്ക് ജീവിക്കുന്നവനാണ്, അയാളെങ്ങനെ പോവും? ഒരു ശരാശരിയാണ്. നേരെ മറിച്ച് അയാൾക്ക് സന്മാർഗത്തിന്റെ ബോധം ശരിക്ക് ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോയിക്കൂടാ എന്നൊരു ശാഠ്യവും ഉണ്ടാവും, അയാൾക്ക് അതിൽ നിലനിൽക്കാനുള്ള തന്റെ ഇടം ഉണ്ടാവും. അതാണ് ആ സന്മാർഗത്തിന്റെ ബോധം നിറയെ. ഞാൻ കുറെ കാലം ഞാൻ നന്നായില്ലേ, ഇനി കുറച്ച് കേട് നിലനിൽക്കില്ല, എനിക്ക് പിന്നെ നന്നാവാലോ. ഇത് സന്മാർഗബോധം തന്നെയാ. സന്മാർഗമാണ്, സന്മാർഗബോധമാണെന്ന് പറഞ്ഞുകൂടാ. സന്മാർഗബോധം എന്താ? ഞാൻ ആയിട്ടില്ല, ഇനിയും ആവണം, ഇനി മുന്നോട്ട് പോകണം, എനിക്കതൊരിക്കലും കുറവ് വരുത്തിക്കൂടാ എന്നുണ്ടാകുന്ന നിഷ്ഠ, ശാഠ്യം. അതാ അള്ളാഹു വിവരിക്കുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ നഫിത്തിയ ആമനൂബി റബ്ബിഹിം, അവരെ രക്ഷിതാവിൽ വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഇത് വിസിദിനാവും ഹുദ, സന്മാർഗബോധം അള്ളാഹു അവർക്ക് ഏറെ നൽകി എന്ന് പറഞ്ഞാൽ സന്മാർഗബോധം ഏറെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്തായി ചെയ്യുന്നത്? അത് സത്യമാണല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ സന്ദർഭം ഏതാണ്? ആ വിഗ്രഹങ്ങളെ പൊട്ടിച്ച സമയത്തെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയത് സമീന ഫത്തൻ യുഖ്റുഹും യുഖാലിലഹു ഇബ്രാഹിം. ഈ ബിംബങ്ങളെ വർത്താനൊക്കെ നാട്ടില് കളിയാക്കി പറയാറുള്ള ഒരു പയ്യനെ ഞങ്ങൾക്കറിയാം, ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾക്കറിയാം. ഇബ്രാഹിം എന്നാണ് വിളിക്കാറ് എല്ലാവരും. സമീന ഫത്തൻ, ഒരു യുവാവിന് ഞങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, യുവത്വ കാലഘട്ടമാണല്ലോ എന്തെങ്കിലുമൊക്കെ കൂടുതലായി ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടം. ഹദീസിലും ഖുർആനിലും ഇപ്പൊ അവിടെ ഈ യുവത്വത്തിന്റെ വയസ്സ് എത്രയാണ്, പരിധി എത്രയാണ് എന്നൊന്നും പറഞ്ഞു കാണില്ല. സാധാരണ കണക്കാക്കാറ് 40 വയസ്സ് വരെയുള്ള പ്രായമാണ് യുവത്വത്തിന്റെ കാലഘട്ടമായിട്ട് സാധാരണ കണക്കാക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകളെടുത്ത് പരിശോധിച്ച് നോക്കിയിരുന്നാൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു 54 വയസ്സിലെങ്ങാണ്ട് നിൽക്കുന്ന ഒരു സഹാബി, പ്രായമുള്ള സഹാബി. ആദ്യകാലത്തെ 40 സഹാബികളെ പരിശോധിച്ചാല് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു 54 വയസ്സെങ്ങാണ്ടുള്ള സഹാബിയാണ് ആ കാലഘട്ടത്തിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള ആ ഒരു വട്ടത്തിൽപ്പെട്ട ആളുകൾ നബിയുടെ സമപ്രായക്കാരാണ്. 42, 43 അവിടെയാണ് അവരുടെയൊക്കെ പ്രായം. ബാക്കിയുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളും 40ന്റെ ചോടപ്രായമുള്ളവരാണ്. പിന്നെ ഒരു കൂട്ടം ആളുകൾ 20 താഴെ പ്രായമുള്ള ആളുകളുമാണ് നബിയുടെ ആദ്യ കാലഘട്ടത്തിലെ സഹാബികൾ. ഒരു കൂട്ടം ആളുകൾ ആദ്യകാലത്തെ സഹാബികൾ. എന്നിട്ട് ചരിത്രം പരിശോധിച്ചാൽ അറിയാം നിങ്ങൾക്ക്, ആ ആളുകൾ പിന്നീട് ഒക്കെ യുദ്ധക്കളത്തിൽ ഷഹീദാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായത്. മാത്രമല്ല പല സന്നിഗ്ധ ഘട്ടങ്ങളിൽ നബിയുടെ അടുത്ത് വന്നപ്പോഴും ഈ ആളുകൾ നബിയെ വിട്ടു പോകുന്നില്ല. ഈ ആളുകൾ ഉറച്ച് നബിയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സാധ്യമാവുള്ളൂ. പിന്നെ സ്വതന്ത്ര ചിന്തയും തന്റെ ഇടവും കാണിക്കണമെങ്കിൽ ആ പ്രായം വേണ്ടി വരുമല്ലോ. അപ്പൊ അതിനെയാണ് ഖുർആൻ എടുത്ത് പ്രകീർത്തിക്കുന്നത്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, രക്ഷിതാവിൽ വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ. നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ, സാധാരണ നാട്ടുംപുറങ്ങളിൽ ഉണ്ടാവാറ് ചെറുപ്പക്കാർക്ക് എന്താ ദീനീറ്റ് ബന്ധം. ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ, മതപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നിടത്ത് ചെറുപ്പക്കാർ പങ്കെടുത്തോട്ടെ. ഇപ്പൊ മാറിയിട്ടുണ്ട്, മാറിയ സ്ഥലങ്ങളുണ്ട്, തീരെ മാറാത്ത സ്ഥലങ്ങളുണ്ട്. ഒരു മതപ്രസംഗം വെക്കുക. നമ്മുടെ നാട്ടിൽ നടക്കാറുള്ള പൊതുവായി കൂടിയാലോചിച്ച് ചെയ്യാറുള്ള 1-2 കാര്യങ്ങൾ ഇപ്പൊ അതൊക്കെയാണല്ലോ. ഒരു മതപ്രസംഗം തന്നെ വെക്കുക. ഏതൊക്കെയാണ് ഏതെല്ലാം വിധത്തിലാണെന്നൊക്കെ കൂടി ആലോചിക്കുമ്പോ ചെറുപ്പക്കാരും വിളിക്കൂല. ആരെയും അഭിപ്രായം പറഞ്ഞാൽ തന്നെ അത് കാരണന്മാരെ തീരുമാനിച്ചോളും എന്നാ പറയാം. കാരണന്മാരെ ദീനായിട്ട് ദീനെ കൊണ്ടു നിർത്തി കാരണന്മാരോട്ടൊന്നും ചെയ്യൂല, മറ്റവരെ ചെയ്യാൻ സമ്മതിക്കൂല, ആ കൊലത്തിൽ പോകുന്നു. ഇതല്ലേ സംഭവം? ആരും വിഷമിക്കേണ്ട, സത്യതല്ലേ. ചെറുപ്പക്കാർ പറഞ്ഞു നിൽക്കാം, നമുക്ക് നിങ്ങളൊന്നും ആയാൽ പോരാ, നമ്മുടെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ പള്ളിയിലെ മാതിരിയാക്കി മാറ്റണം. അവിടെ അറിവും വിജ്ഞാനവും ലഭിക്കണം. അത് പള്ളി നമസ്കാരത്തിന് വേണ്ടി തുറന്ന് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറിയിട്ട് അവിടെ പഠനങ്ങൾ നടക്കണം, പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം ആളുകൾക്ക്. ലൈബ്രറി ഒക്കെ വേണം ആളുകൾക്ക് വന്നിരുന്ന് വായിക്കാനും പഠിക്കാനൊക്കെ. പള്ളിക്കല് ലൈബ്രറിയാ, സുബ്ഹാനല്ലാഹ് അല്ലേ. സമൂഹത്തിന് ചിന്ത പോകുന്ന നോക്കൂ നിങ്ങൾ. ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താ നമുക്ക് കുറെ ആളുകൾ, ഒഴിവുള്ള ആളുകളുണ്ടല്ലോ, നമുക്കൊരു സക്കാത്തിന്റെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് സക്കാത്തൊക്കെ സംഘടിതമായി കൊടുത്തു തുടങ്ങിയാൽ എന്താ എന്ന് പറഞ്ഞു നോക്കൂ. സമൂഹം അംഗീകരിക്കില്ലല്ലോ. ഈ ഇരിക്കുന്നത് നമ്മൾ കുറച്ച് ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ടല്ലോ. ചെറുപ്പക്കാരായ ആൾക്കാർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പ്രായമുള്ളവരാവുമല്ലോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ യുവത്വത്തിന് അത് പ്രവർത്തിക്കാനുള്ള അവസരം ഈ ദീനിൽ നൽകിയിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം ഈ വിധത്തിൽ തരം താഴില്ലായിരുന്നു. ഇത് ചിന്തകൾ മരവിച്ച്, ലക്ഷ്യങ്ങൾ മരവിച്ച് വളരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു പരുവത്തിൽ ആയിട്ട് ഞങ്ങളെ കാലം എങ്ങനെയാണ് കഴിഞ്ഞോട്ടെ എന്നാളുകൾ പറയാം. അയാൾ പോയിട്ട് അടുത്ത കാരണവർ അവിടെ എത്തുമ്പോ അയാളും പറയും ഞങ്ങളെ കാലം എങ്ങനെ കഴിഞ്ഞോട്ടെ.
പള്ളികൾ പണ്ടൊരു കാലത്ത് അകത്തെ പള്ളി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ പള്ളി സുരക്ഷിതത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ. ഒന്നുമില്ലെങ്കിൽ പള്ളിക്ക് പോയി ഒളിക്കാൻ. അങ്ങനത്തെ ഒരു കാലാണത് ആദ്യകാലം. അതുകൊണ്ടാണ് അകത്തെ പള്ളി അതിബലത്തിൽ ഉണ്ടാക്കിയതും വലിയ വീതിയുള്ള മരക്കഷ്ണങ്ങൾ കൊണ്ട് വാതിലുണ്ടാക്കിയതൊക്കെ കാരണതാ. അന്ന് തോക്കൊന്നും അത്ര പ്രചാരത്തിലുള്ളൂ. കുന്തം കൊണ്ട് കുത്തിയിട്ടും വാളുകൊണ്ട് വെട്ടിയിട്ടൊക്കെ വേണ്ടേ. അത് കഴിയാത്തൊരു കോലത്തിൽ അകത്തെ പള്ളിയിൽ പോയി ഒളിക്കാം, രക്ഷപ്പെടാം, അത്രക്കല്ലേ വിശ്വാസങ്ങളുള്ളൂ. അതാണ് ആ പള്ളി ആ രൂപത്തിൽ. ആ നിലക്ക് മർദ്ദനങ്ങൾ അനുഭവിച്ചൊരു സമൂഹം സുരക്ഷിതത്വം കൂടി കണ്ടുണ്ടാക്കിയതാണ്. കാലം മാറി, സാഹചര്യം മാറി. ആ പള്ളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പഠിപ്പിച്ച വിധത്തിൽ ഇമാമിനെയൊക്കെ കാണാൻ പറ്റുന്ന വിധത്തിൽ വിശാലമാക്കാവുന്നതാണ്. പക്ഷെ പലപ്പോഴും പോയിക്കിട്ട് നിങ്ങള് പള്ളിയുടെ പുറത്തുനിന്നുള്ള ചിത്രം കണ്ട നല്ല രസമുള്ള പള്ളി പുതിയ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയാണ്. പക്ഷെ അകത്തെ പള്ളി ഒളിച്ചിട്ടില്ല. അകത്തെ പള്ളി അങ്ങനെ തന്നെ. അകത്തെ പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഉൾഭാഗം അങ്ങനെ തന്നെ. അവിടെ 10-20 ആൾക്കാർക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവർക്കാർക്ക് ഇമാമിനെ കാണാനുള്ള ഭാഗ്യമില്ല, ഒന്നുമില്ല. ആ മിമ്പർ എല്ലാം കൂടിയായിട്ട് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത് കാണാം ഇപ്പോഴും. എന്റെ ശാഠ്യം, കാരണന്മാരുടെ ശാഠ്യം വേറെന്താ? അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ദീൻ നമ്മുടെ യുവത്വം ഈ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടതാണ്. ഹദീസ് ഓർമ്മിക്കുക, ഷാബുൻ നസഫി ഇബാദത്തില്ല. 7 വിഭാഗത്തിന് തണല് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞെടുത്ത് മഹ്ശറയിൽ ഇതൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഷാബുൻ നസഫി ഇബാദത്തില്ല, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ തന്റെ വയസ്സ് ഏതായിരുന്നു എന്നല്ലല്ലോ പടച്ചോൻ ചോദിക്കാം. പടച്ചോനെ 45-50 മുമ്പുള്ള ചോദിക്കരുത്. ചോദിച്ചാൽ ഞാൻ കൊടുക്കും. നൽകാൻ നാം സന്നദ്ധരാകുകയും ചെയ്യാം. പ്രവർത്തിക്കട്ടെ അവർ. അതാണ് ആ പ്രേരണ. ഇന്നവും ഫിത്തിയത്തുൻ ആമനു ബിറബ്ബിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തിൽ കാണിച്ച വലിയ മാതൃകകൾ ഞാൻ തോന്നുന്നും പറയണ്ടല്ലോ. ഒന്ന് ഓർമ്മിച്ച് നോക്കുങ്ങള്, മരിക്കാറായ സമയത്ത് ആ റോമക്കാരുമായുള്ള യുദ്ധത്തിന് വേണ്ടി സൈന്യം സജ്ജീകരിച്ച് നിർത്തിയിട്ട് അതിന് നേതൃത്വം നൽകിയത് ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനാണ്. 18 വയസ്സ് 19 വയസ്സ്, അതാ ഉസാമയുടെ പ്രായം. സെയ്ദ് ബിൻ ഹാരിസയുടെ മകൻ ഉസാമ. 18-19 വയസ്സേ അന്ന് ആ സഹാബിക്കുള്ളൂ. 30,000 വരുന്നൊരു സൈന്യത്തിനെ നയിക്കാൻ സൈന്യാധിപനായി നിശ്ചയിച്ചത് ആ മഹാനെയാണ്. താൻ നയിക്കണം ഇവരെ. കൂടെ പോരേണ്ടത് ആരും അറിയാം. അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ള മഹാന്മാരായ ആൾക്കാർ ഈ ബാലന്റെ ഈ ചെറുപ്പക്കാരന്റെ കൂടെ പോയിക്കൊള്ളും. അതാണ് ഇവരുടെ നിർദ്ദേശം. സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു ചിന്ത നബിയുടെ മരണത്തിന് ശേഷം ചിലർക്ക് തോന്നിയെന്നാ. അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ളവർക്കല്ല, ആളുകൾ ഉണ്ടാവാലോ അങ്ങനെ. നബിയുടെ മരണശേഷം ഇനി നമ്മൾ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ പോകണോ എന്നെങ്ങാണ്ട് ആരോ അഭിപ്രായം പറഞ്ഞ് തോന്നിയിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് തന്നെ ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻഗാമിയായി ഞാൻ അധികാരമേൽക്കുക, എന്നിട്ട് നബി നിശ്ചയിച്ച സൈന്യാധിപനെ നബിയുടെ മരണത്തിന് ശേഷം ഞാൻ മാറ്റുകയും ചെയ്യാം. ആ ജാതിയിൽ പ്രവർത്തനം അബൂബക്കർ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോയിക്കോളണം, ഒരാളും മടി പറയരുത്, ഉസാമയുടെ പിന്നാലെ പോയേ പറ്റും നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞയച്ചു. ആ മഹത്വം നബി അംഗീകരിച്ചു കൊടുത്തിരുന്നു ആ ആളുകൾക്ക് എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഫിത്തിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അപ്പൊ അള്ളാഹ് ഏതായിരുന്നു ഈ പണി ഏറെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. ഏത് പണി? ഈ ചെറുപ്പക്കാരായ ആളുകൾ സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാലായനം ചെയ്തൊരു ഗുഹയിൽ വന്ന് ഒളിച്ചപ്പോ അള്ളാഹ് അത് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ഇതുകൊണ്ട് ഉറപ്പാ. കാരണം അള്ളാഹ് എന്തൊരു വാക്ക് ഉപയോഗിച്ചിട്ടാ പറഞ്ഞേ? ഫിത്തിയത്തുൻ, സ്വന്തം ആൾക്കാർ, ഒരു കൂട്ടം പയ്യന്മാർ, ചെറുപ്പക്കാർ. ആമനു ബി റബ്ബിഹിം, അവരെ രക്ഷിതാവിൽ വിശ്വസിച്ച ചെറുപ്പക്കാരാ. വസിദ്നാഹും ഹുദാ, നാം അവർക്ക് സന്മാർഗ ബോധം വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്ത ഒരു കൂട്ടം നല്ല പയ്യന്മാരായിരുന്നു അവർ. അടുത്തത് റബത്ന അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾക്ക് നാം ദൃഢത നൽകി. റബത്ന, ഉറപ്പ് നൽകി. അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾക്ക്. ഇത് ഖാമു, അവർ എഴുന്നേറ്റ് ഫഖാലു, അവർ പറഞ്ഞു, റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ നാഥനാണ്. ലൻ നദ്ഉവ, ഒരിക്കലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല, മിൻ ദൂനിഹി, ആ അള്ളാഹുവിന് പുറമെ ഇലാഹ, മറ്റൊരുത്തനോടും മറ്റൊരു ഇലാഹിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്നവർ പറഞ്ഞു. ലഖദ് ഖുൽനാ ഇദൻ ശതത, അങ്ങനെ എങ്ങാനും ഞങ്ങൾ പറഞ്ഞാൽ അത് വലിയ അതിക്രമമാണ് എന്നവർ ഉറച്ചു പ്രഖ്യാപിച്ചു. അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങളുടെ വായയിൽ നിന്ന് വീണുപോയാൽ അതൊരു ശതത്താണ്, വലിയൊരു അക്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആകാശഭൂമികളുടെ നാഥനായ ഏകനായ റബ്ബിനെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടവർ ഉറച്ചു നിന്നപ്പോ നാം അവരുടെ മനസ്സുകൾക്ക് ദൃഢത നൽകി. ഇതാ ഈ ആയത്തോട് കിട്ടേണ്ട ഫലം. ആരാധന എന്ന അർത്ഥം വരുന്ന ഇബാദത്ത് എന്ന വാക്കൊന്നുമല്ല പടച്ചോൻ ഉപയോഗിച്ചത്. വളരെ പച്ചയായിട്ട് ലന്നദ്ഉവ, ഇതായിരുന്നു വിഷയം. അപ്പൊ ഈ ആളുകൾ ഫിത്തിയ, ഈ യുവാക്കള് അഭയം തേടി പോവേണ്ടി വന്നത് ഈ പ്രശ്നത്തിന്റെ പേരില്ല. ഏത് പ്രശ്നത്തിന്റെ പേരിൽ? ഇവർ പറഞ്ഞു
അള്ളാഹിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, അത് അള്ളാഹു മാത്രം, വേറെ ആരോടും ഞങ്ങൾ പ്രാർത്ഥിക്കയില്ല എന്ന് പറഞ്ഞത് പടച്ചവർക്ക് ഇഷ്ടമായിട്ട് പടച്ചവൻ പറഞ്ഞ വാക്കറിയോ, റബത്തന അലാ ഖുലൂബിഹിം, അവരെ മനസ്സുകൾക്ക് നമ്മളൊരു ഉറപ്പ് കൊടുത്തു, ദൃഢത കൊടുത്തു. അത് സത്യ. ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഒരു മനുഷ്യൻ ആ നിലക്കാണ് നിൽക്കുമ്പോ സമൂഹത്തിന്റെ നേതൃത്വത്തിന്റെ മറ്റുള്ളവരുടെയൊക്കെ പ്രയാസങ്ങളും വെല്ലുവിളികളും ഇല്ലേ, അതൊന്നും ഇയാളെ മനസ്സിൽ ഒന്നുമാവില്ല. നാം അങ്ങനെ കുറെ ആളുകളെ അനുഭവത്തിൽ കാണാറുണ്ട്. പലരും പറയാറുണ്ട് നാട്ടിലൊക്കെ പോയിണ്ടായ അനുഭവങ്ങളെ പറ്റി. ഉമ്മ മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോകാൻ ആരും വരില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി ആക്കി. എനിക്കൊന്നും തോന്നില്ല, എന്തോ ഒരു ധൈര്യം. ആരും വരണ്ട, നിങ്ങളാരും വരണ്ട. ഞാനപ്പുറത്ത് നമ്മുടെ സുഹൃത്തുക്കളെടുത്ത് പോയി പറഞ്ഞു. അവരൊക്കെ വന്നു, ആളുകളൊക്കെ വന്നു, സമാധാനത്തോടു കൂടി മയ്യത്ത് മറമാടുകയും ചെയ്തു. അതൊരു വല്ലാത്ത അനുഭവമാണ്. മകളെ കല്യാണം നിശ്ചയിച്ചിട്ട് വിവാഹസദ്യയൊക്കെ ഒരുക്കിയിട്ട് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല. ഇയാൾ ചെയ്ത തെറ്റെന്താ? അള്ളാനെ മാത്രം പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊരു നീണ്ട കഥ, ചരിത്രം പറയാൻ മാത്രം സംഭവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ മനുഷ്യന്റെ അവസ്ഥ. തനിക്കള്ളുകുടിയന്മാരെ വീട്ടിൽ ഈ കാരണന്മാരൊക്കെ പോകും. ഓരോ കിതാബും ബുക്കൊക്കെ നേരത്തെ കാലത്തോടെ എത്തും. ആർക്കും തരാറില്ല. കൈക്കൂലിക്കാരന്റെ വീട്ടിലെത്തും. എല്ലാ കുരുത്തപ്പെട്ടവന്റെ വീട്ടിലും കല്യാണം നടത്താൻ ബാക്കിയുള്ളതിനും ഈ പറയുന്ന മഹല്ല് കാരണന്മാർക്കും പണ്ഡിതന്മാർക്കും ഒരു മടിയില്ല പോവാൻ. ഏതെങ്കിലും ഒരുത്തൻ റബ്ബിനെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞു പോയാൽ അവന്റെ വീട് വിലങ്ങാൻ സമൂഹം കാണിക്കുന്ന വൃത്തികെട്ടത്തിന്റെ രീതികളാണുള്ളത്. ഈ ചില ആളുകളെ കണ്ണിൽ കണ്ട അനുഭവങ്ങളുണ്ട്. അവര് വന്ന് വിളിച്ച സമയമുണ്ട്. എന്തേ? ഒന്നുമില്ല, മകളെ കല്യാണമാണ്. എന്നിട്ട് ആരും വന്നിട്ടില്ല. വർഷം സാധിച്ച ഒരു കുട്ടിയും വന്നിട്ടില്ല. പുയാപ്പിളയൊക്കെ വരാറായിട്ടുണ്ട്. പന്തല്ല ആരുമില്ല. കുടുംബക്കാർ വരെ വന്നിട്ടുള്ള വീക്കതും. അതുകൊണ്ട് നിങ്ങൾ വരണം, കുട്ടികളെയും കൂട്ടണം, അവർ വന്നോട്ടെ, ഭക്ഷണം കഴിക്കാനോ. ഇത് പറയുമ്പോ ഈ മനുഷ്യന് മനസ്സിലൊരു മനസ്താപം, ഒരു വിഷമുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും തോന്നാതെ ഒരു പ്രത്യേക അനുഭവത്തിൽ നമുക്ക് പതറിപ്പോവും മനുഷ്യന്മാർ സാധാരണ. എന്നിട്ട് അയാൾ സ്വയം സമാധാനിക്കുകയാണ്. ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആകെ ചെയ്ത് തെറ്റ് അള്ളാനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞതിനാണല്ലോ എന്റെ സമൂഹം എന്നോട് ഈ പെരുമാറ്റം കാണിക്കുന്നത്, എനിക്ക് സാരല്ല എന്ന് പറയുന്നിറങ്ങും. ഞാൻ ഈ സംഭവങ്ങൾ പറഞ്ഞത് ഈ ഖുർആന്റെ ഈ പ്രയോഗം ഉണ്ടല്ലോ, വലക്കത് റബത്തന അലാ ഖുലൂബിഹിം, മനസ്സിന് നാം ഒരു ദൃഢത നൽകാനുണ്ട്, ഉറപ്പ് നൽകാനുണ്ടെന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞ വാക്കല്ലത്, അത് ഉറപ്പാ. ആ ദൃഢതയുള്ള മനുഷ്യന്മാർ ദുന്യാവിലിപ്പോഴും ജീവിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതായിരുന്നു. നബിയെ നമ്മൾ കാണുന്നുണ്ടത്. വലം കയ്യിൽ സൂര്യൻ, ഇടം കയ്യിൽ ചന്ദ്രൻ. റാപ്പാക്ക് വേണമെങ്കിൽ മുത്താപ്പാക്ക് വേണമെങ്കിൽ എന്ന് സംരക്ഷിക്കാം, അല്ലെങ്കിൽ മുഹമ്മദ് ഈ പണിയിട്ട് നടക്കും. ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ മരിക്കും. ആ റബത്തിന അലാ ഖുലൂബിഹിം. എപ്പോഴാണ് ഇത് ലഭിക്കാൻ തുടങ്ങിയ ദൃഢത? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഈ ആകാശഭൂമികളെ സംരക്ഷിക്കുന്ന റബ്ബിന് മാത്രമേ ഞങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കൂ. ലന്നദുവ, ആ അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം ലന്നദുവ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാർത്ഥിക്കയില്ല എന്ന. ഒരിക്കൽ പോലും അള്ളാഹു അല്ലാത്തവന്റെ നേരെ കൈകൾ ഉയരുകയോ പ്രാർത്ഥനയോ വരില്ല. മിൻ ദൂനിഹി ഇലാഹ, മറ്റൊരു ഇലാഹിനോടും. ഇലാഹ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. അള്ളാഹു അല്ലാതെ മറ്റാരോട് പ്രാർത്ഥിച്ചാലും അത് അതിന് ഇലാഹാക്കുന്നതിന് സമമായതുകൊണ്ടാണ് ഇലാഹ് എന്ന് ഉപയോഗിച്ചത്. അപ്പൊ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതത, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് വലിയ അതിക്രമം തന്നെയാണ് എന്നവർ പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ്, ഹൗലായി ഖൗമുന, നമ്മളെ നാട്ടുകാരെ നോക്കൂ, ഇത്തഖദൂ മിൻ ദൂനി ആലിഹ, അവന്റെ പുറമെ അള്ളാഹുവിന് പുറമെ എത്ര ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചിരിക്കുന്നത്. ലൗലാ യഅ്തൂന അലൈഹിം ബി സുൽത്താനിൻ ബയ്യിൻ, എന്തെങ്കിലും ഒരു രേഖ അതിന് കൊണ്ടുവന്നിരുന്നെങ്കിൽ. ഫമൻ അള്ളലു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, പടച്ചോനെ പറ്റി കള്ളം പറഞ്ഞതിനേക്കാളും വലിയ അക്രമി ആരാ? അവർ പിന്നെ സംസാരിക്കാൻ നമ്മളെ നാട്ടുകാരെ നോക്കടാ, എന്തെല്ലാം നുണയാണ് അവർ അള്ളാഹിനെ പറ്റി പറയുന്നത്. ഈ കഥക്ക് ജീവണ്ട്. ഇതിപ്പോ നമുക്ക് മനസ്സിലായത് ഇത് എങ്ങാണ്ടോ കഴിഞ്ഞുപോയ ഒരു പഴയ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കഥയല്ല എന്നും, ലോകത്തിന്റെ ഓരോ മൂലയിലും ഗ്രാമങ്ങളിലും ഈ കൂട്ടം ആളുകളും ഈ ഗ്രാമങ്ങളും ജീവിക്കുന്നുണ്ട് എന്നുള്ള പടച്ചോനൊരു കാര്യം പറയുമ്പോൾ അതിപ്പോ എന്താ ഇപ്പൊ പ്രസക്തി ഇല്ലല്ലോ എന്ന് തോന്നുന്നൊരു കഥ പറയാറില്ല. അത് പ്രസക്തമാണ്. ഈ സംഭവം നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിരുന്ന് പറഞ്ഞുകൂടേത്. ഹൗലൈ ഖൗമുന, നമ്മളെ നാട്ടുകാരെ നോക്കടാ, ഇത്തഖദൂ മിൻ ദൂനി ആലിയ, അള്ളാഹുവിന് പുറമെ ആരെല്ലാം ആണ് ഇവർക്കുള്ളത്. ലൗലാ യഅ്തൂന അലൈഹിം ബി സുൽത്താനിൻ ബയ്യിൻ, ആ പറയുന്നതിന് ഒരു രേഖ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഒരു തെളിവുണ്ടെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഫമൻ അള്ളലു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹിനെ പറ്റി ഈ ജാതി കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നവരെക്കാളും വലിയ അക്രമി ആരാണ്? എന്ത് ജാതി അക്രമങ്ങളായി ഈ ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റബ്ബിനെ പറ്റി. ഈ പറസ് തമ്പുരാന് ലന്നദുവ മിൻ ദൂനി അഹദ, അള്ളാഹിനെ പുറമെ ആരെയും ഞങ്ങൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കയില്ല. അപ്പൊ ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാ, ഏതാണ്ടല്ലോ പൂർണ്ണമായും ഉറപ്പാ. എന്ത്? ഇങ്ങനെ ഒരു മനുഷ്യൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ചാലുണ്ടല്ലോ
അള്ളാഹ്ക്കത് ഏറെ ഇഷ്ടം. അതിനിപ്പോ സംശയമില്ലല്ലോ. ഇലാഹി, നിന്നെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ, എന്നെ സഹായിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ, ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കൂല എന്നൊരു മനുഷ്യൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തീരുമാനിച്ചത് പ്രഖ്യാപിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ റബ്ബിനത് ഇഷ്ടാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റബ്ബ് ഇങ്ങനെ പ്രശംസിച്ച് പറഞ്ഞ രംഗങ്ങൾ വേറെയൊട്ടില്ലതാണ്. റബ്ബ് എപ്പോ സംസാരിച്ചാലും ഈ വശത്തിനെ അടുത്ത് പൊക്കി പറയാറ്. ഇതും തന്നെ ഗുഹാവാസികളെ സംഭവം പറഞ്ഞപ്പോഴും പടച്ചോൻ പൊക്കി പറഞ്ഞതാണ്. ആ നിലക്ക് നമുക്ക് സമാധാനിക്കാം, അല്ല അല്പം അഭിമാനിക്കാം. മടി കാണിക്കണ്ടേയില്ലേ? എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഉമർഖാന് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, നമ്മള് ഹക്കിലല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ, നിങ്ങളെ പറച്ചവച്ച് പറച്ചവനല്ലേ, പിന്നെന്തിനാ കളി, പിന്നെന്തിനാ കാത്തിരിക്കല്? അങ്ങനെ ആരോടും മിണ്ടാതൊന്നും നേച്ചറ പോകാൻ പറഞ്ഞാൽ കാക്കണ്ട. ഉമർ പറഞ്ഞിട്ടേ പോവുള്ളൂ. ധിക്കാരം കൊണ്ട് പറഞ്ഞതല്ല, തന്റെ ആ ഭാവം കാണിച്ചതാ. നബി എതിർത്തില്ല. എതിർത്താ ഉമർ ചെയ്യൂല, പക്ഷെ നബി എതിർത്തില്ല ആ ഭാവത്തെ. എന്നാ പറഞ്ഞിട്ടാണ് എല്ലാവരും രഹസ്യമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ എല്ലാവരും. ഉമർ തന്നെ പറഞ്ഞ അങ്ങനെ രഹസ്യമായിട്ട് മക്കയിന്ന് പോയാൽ എന്നോട് കഴിയില്ല, എനിക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. നബി ആ മനുഷ്യനെ എതിർത്തില്ലല്ലോ. അങ്ങ് പച്ചൂല ഉമറേന്ന് പറയാൻ പോയില്ലേ നബി. മക്കയിലെല്ലാ കുറേശ്ശി പ്രമുഖന്മാരെ ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഉമർ പോവാണ്, ഈ നാട് ഇഷ്ടമായിരുന്നു ഉമർ, പക്ഷെ ഉമർ പോവാണ്. എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചാൽ മദീനെ കാണും, യസ്രിബിൽ കാണും, മദീനയായിട്ടില്ല യസ്രിബിലേക്ക് പോകുന്നത്, രക്ഷപ്പെടുകയാണ് ഞാനിവിടെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ നാട്ടിൽ നിന്ന് ഞാൻ പോവാം. ആർക്കെങ്കിലും എന്നെ തടയണമെന്നുണ്ടെങ്കിൽ തടഞ്ഞോളൂ, പക്ഷെ ഉമ്മാക്ക് മക്കളെ കാണണ്ടെന്നുള്ളോ മാത്രം വന്നാൽ മതി, പിന്നെ ഉമ്മാനെ കാണലുണ്ടാവില്ല. അങ്ങനെയുള്ളോ വന്നോട്ടെ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് പോയിറങ്ങണ്ടല്ലോ. ആ ഒരു പിന്നെ തന്റെ ഇടത്തിന്റെ ആ ധൈര്യത്തിന്റെ ആ ഭാവം, അത് പിന്നെ ചരിത്രത്തിൽ നമ്മൾ ഉമർ അള്ളാഹുവിന്റെ ഭാഗത്തൊക്കെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളെന്തിനാ കുറയുന്നത്? ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന ബഹളത്തിന്റെ ഇടയിൽ തല ഉയർത്താനും പിടിക്കാനും പറ്റാത്ത എന്തോ ഒരു അപരാധം ചെയ്ത മനുഷ്യന്മാരാ നമ്മള്. നാട്ടുംപുറങ്ങളിൽ പോയിട്ട് സ്വന്തം കൂട്ടുകുടുംബത്തിന്റെ മുന്നിൽ പോയിട്ട് നാലാളെ മുന്നിൽ പറയാൻ വയ്യാത്ത എന്തോ പാതകം ചെയ്തവരാ നമ്മള്. എന്തിനാ നമ്മളിത് പറയാൻ നടിക്കുന്നത്? തരക്കടില്ല, നാലാൾ അറിഞ്ഞാൽ മാനക്കടലൊരു പണി ചെയ്തിട്ടാണ് നമ്മൾ പോയതെങ്കിൽ. നമ്മൾ പറയുന്ന കാര്യത്തിന് ഖുർആന്റെ ഹദീസിന് തെളിവില്ലെങ്കിലും തരക്കടില്ല. ഖുർആനെന്നും ഹദീസെന്നും ഒരു ആശയം മനസ്സിലാക്കി ഏകനായ റബ്ബിനെ പ്രാർത്ഥിക്കുള്ളൂ എന്നും പഠിച്ചറിഞ്ഞ് നമുക്ക് അത് നമ്മളെ വാപ്പാന്റെ മുന്നിലോ ഉമ്മാന്റെ മുന്നിലോ കുടുംബത്തിന്റെ മുന്നിലോ പള്ളിക്കൽ പോയിട്ടോ ഇമാമിന്റെ മുന്നിലോ പോയിട്ട് അത് തുറന്നു പറയാൻ എന്തിനാ ഒരു അപരാധികളുടെ ഭാവം മനസ്സില്? അതിനാ നിങ്ങൾക്കത് ഉണ്ടെന്നല്ല, പക്ഷെ പലർക്കും അത് ഉണ്ട് എന്നുള്ള സത്യല്ലേ? അതല്ലേ പലപ്പോഴും പറ്റുന്ന അപകടം. നിങ്ങളെ പറയുന്ന മാതിരിയല്ല, നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞാൽ മതി. കുട്ടികൾ നാലിനും കെട്ടിക്കാനുണ്ട് അല്ലേ? കുട്ടികൾ കെട്ടിക്കണം, ഇവരാരില്ല കെട്ടിക്കാറ്, റബ്ബിന്റെ തൗഫീഖ, ബാക്കി കാര്യങ്ങൾ നടക്കാണ്ട് പല ജീവിതത്തിലെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയോ, റബ്ബ് ഈ ആയത്തുകൾ ഇറക്കി പ്രോത്സാഹനം നൽകുന്നത് എന്തിനാ? അത് കൈയൊഴിയില്ല. നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ഒരു മനുഷ്യൻ തീരുമാനിച്ചിട്ട് ആ മനുഷ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യപാത്രമാക്കിയിട്ട് അള്ള മാത്രം നടക്കണമെങ്കിൽ നടക്ക് എന്ന് മറ്റുള്ളവർക്ക് കളിയാക്കാൻ പറ്റുന്ന ഭാഗത്തിൽ അള്ള കൈയൊഴിക്കും. സംഭവിക്കുക. ഞങ്ങൾ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു ഉദാഹരണം പറയുന്നത് ഉണ്ടാവില്ല. അത് റബ്ബിന്റെ തൗഫീഖ പിന്നാലെ വരാതിരിക്കില്ല. അപ്പോ അപരാധികളല്ല നമ്മൾ ഈ സമൂഹത്തിലെ കുറ്റവാളികളല്ല. റബ്ബ് പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞ ഒരു വലിയ കാര്യം റബ്ബിന്റെ പേരിൽ പ്രഖ്യാപിക്കാൻ തയ്യാറായവരാ നമ്മൾ. ആ മഹത്വം ഔന്നത്യം നമ്മളെ മുന്നിൽ ഉണ്ടാവണം. അത് കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുകയും വേണ്ടത്. അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഞാൻ പുറത്തുപോലെ സംസാരത്തിന്റെ ആയത്തിന്റെ ഇത്രയൊന്നും സംവിധാനങ്ങൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, ദീനെന്ന് പറഞ്ഞാൽ തന്നെ ഈ സകല ഖുറാഫാത്തും ശിർക്കുമായിരുന്നൊരു കാലഘട്ടത്തിൽ അംഗരക്ഷകരായി ആരും കൈകളിൽ കൂടെ ഇല്ലാതെ ഈ നാട്ടിലൊക്കെ പോയിട്ട് ഈ സന്ദേശം പറഞ്ഞ കുറെ പൂർവികന്മാരായ പണ്ഡിതന്മാരെയും അതിനുവേണ്ടി ത്യാഗം സഹിച്ച കുറെ മനുഷ്യന്മാരെ ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്തോരു ധൈര്യമാണ് മനുഷ്യന്മാരത്. ഞാൻ ഈ നിൽക്കുന്ന ഈ ആളുകൾ എന്നെന്താ ചെയ്യുക എന്നതിനെ ഇവർക്ക് യാതൊരു ഗുരുവാരുമില്ല. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാന്ന് അവർക്കറിയില്ല. അതെന്തായിരുന്നാലും തിരക്കടില്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇത് ഖുർആനിൽ നടക്കാത്തതാണ്. നിങ്ങൾ അള്ളാഹിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതാണ് ഖുർആനിലും കിതാബിലും ഞാൻ പഠിച്ചിരിക്കുന്നത് എന്ന് തന്റെ ഇടത്തോടു കൂടി പറഞ്ഞ കുറെ പൂർവികന്മാരെ. ഇത് കാലം മാറിയിട്ടുണ്ട്, സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോഴ്. പക്ഷെ നിങ്ങൾ ആ പഴയ കാലം ആലോചിച്ച് നോക്കും നിങ്ങൾ. അതൊരു വല്ലാത്ത തന്റെ ഇടം ധൈര്യമാണല്ലോ. അവരെ മനസ്സിലുണ്ടായിരുന്ന വികാരം, ഞങ്ങൾ കുറ്റവാളികളല്ല, ഞങ്ങൾ അപരാധികളല്ല, ഞങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാന്നുള്ളതാണ്. അത് തലമുറകൾക്ക് പകർന്നു നൽകാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ഗുഹാവാസികളുടെ ഈ സംഭവം പറഞ്ഞതും. അബ്ദുല്ലാഹി ബിൻ ഉമർ പറഞ്ഞല്ലോ,
വെള്ളിയാഴ്ചകളിലൊക്കെ ഈ സൂറത്ത് ഓതാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നബിയുടെ ഹദീസായിട്ട് അത് സ്ഥിരപ്പെട്ടിട്ടില്ല, ഒരു സഹാബിയുടെ വാക്കായിട്ടാണ് സ്ഥിരപ്പെട്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ സഹാബികൾ സ്വന്തം ഇഷ്ടപ്രകാരം പറയാറില്ല എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ടാണ് അതിന് ഹദീസിന്റെ സ്ഥാനം നൽകിയിട്ട് അംഗീകരിക്കുന്നത്. അതും കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കി. നിങ്ങൾ ഈ തലമുറയോട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും പള്ളിയിൽ വന്നിട്ട് ഇതൊന്ന് ഓതിയേക്കളിച്ചോ, ആ നോദിയേക്ക് എന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ, അതൊന്ന് ഓതുക, ആ ഇമാമിന്റെ സംസാരം കേൾക്കുക, എന്നിട്ടാണ് പോയിക്കോ. അതാണ് സംവിധാനം, അതാണ് ആ സുഹൃത്ത് കൊണ്ട് കിട്ടുന്ന പ്രയോജനം. ബാക്കി അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഖുർആൻ ആ കാര്യത്തെപ്പറ്റി എന്താ പറഞ്ഞത്, അത് നമ്മുടെ അടിസ്ഥാനവും ബാക്കി കേട്ട കഥകൾ അതിനോട് യോജിക്കുന്നവയുണ്ടെങ്കിൽ സ്വീകരിക്കാനും അല്ലെങ്കിൽ മാറ്റിവെക്കാനും തയ്യാറാകുകയും ചെയ്യാം. എന്താണ് സന്ദർഭം എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും വളരെ വിഷമകരമായ ഒരു സന്ദർഭം തരണം ചെയ്യുന്ന ഒരു സമയത്ത് അവർക്ക് ഊർജ്ജവും ആവേശവും നൽകാൻ വേണ്ടിയാണ് ഗുഹാവാസികളുടെ സംഭവം പറഞ്ഞത്. അത് അക്കാലം വരെ ചൊല്ലി പറഞ്ഞിരുന്ന അവിശ്വാസികളായ ആളുകളായിരുന്നപ്പോ അത് പറയാൻ അർഹതപ്പെട്ടവർ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന പാഠം എന്താണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രം ആയത്ത് കാണാൻ പഠിച്ചവരായിരിക്കും എല്ലാവരും, ഇല്ലാത്തവരായിട്ട് ആയത്ത് കാണാൻ പഠിക്കുകയും ചെയ്യുന്നത്. റബ്ബനാ അലാ ഖുലൂബിഹിം ഇദ് ഖാലൂ റബ്ബനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. ആ പറയുന്ന വാചകമുണ്ടല്ലോ, അതാണ് ആ പാഠങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കി അടുത്ത ആഴ്ചകൾ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. 13-ാമത്തെ 14-ാമത്തെ ആയത്തുകളാണ് ഞാൻ വായിച്ചത്. സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വരെയാണ് ഇപ്പോൾ പറഞ്ഞത്, ഈ ആയത്തുകൾ പറഞ്ഞു. ഇനി ആദ്യത്തെ 3 ആയത്തുകളിൽ, മേലുള്ള ആയത്തുകളിൽ ഒരു 3 ആയത്തുകൾ കൊണ്ട് എന്താണ് അവരുടെ സംഭവം എന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ ആ കഥ, ചരിത്രം അല്പം ദീർഘിച്ച് വിശദീകരിക്കുകയാണ്. അത് തുടങ്ങുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നഹ്നു നാം, നഖുസ്സു അലൈക നിനക്ക് വിശദീകരിച്ചു തരാം, ചൊല്ലിത്തരാം, നബഅഹും അവരുടെ വാർത്ത, അവരുടെ എന്ന് പറയുമ്പോൾ ആ ഗുഹാവാസികളുടെ വാർത്ത, ബിൽ ഹഖ് യാഥാർത്ഥ്യപൂർവ്വം പറഞ്ഞുതരാം, സത്യമായി പറഞ്ഞുതരാം. ഇന്നഹും അവർ ഫിത്യത്തുൻ ഒരു കൂട്ടം യുവാക്കളായിരുന്നു, ആമനൂ ബി റബ്ബിഹിം അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ച, വസിദ്നാഹും നാം അവർക്ക് അധികരിപ്പിച്ചിരുന്നു, ഹുദ സന്മാർഗബോധം അധികരിപ്പിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹിൽ വിശ്വസിച്ച ഒരു സമൂഹം, ഒരു കൂട്ടം ചെറുപ്പക്കാർ, സന്മാർഗബോധം ഏറെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഇതാണ് ആദ്യം അള്ളാഹു അവരെപ്പറ്റി അറിയാൻ വേണ്ടി വിശദീകരിച്ചു തരുന്നത്. അവിടെ ശ്രദ്ധ കൊടുക്കാനുള്ള ഭാഗം കൂടുതലായിട്ട് ജിദ്നാഹും ഹുദ എന്ന് പറയുന്ന ഭാഗത്താണ്. വിശ്വാസികളാണ് നമ്മളൊക്കെ, അവരും എല്ലാവരും അതാണ്. ഒരു പ്രത്യേകത അള്ളാഹു അവരെപ്പറ്റി പറയുന്നത്, നാം അവർക്ക് സന്മാർഗബോധം അധികരിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാല് സന്മാർഗബോധം ഏറെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു അവരെന്നാണ്. എന്താണ് ഈ സന്മാർഗബോധം? അവരെത്തിപ്പെട്ട ആ വിശ്വാസ സംസ്കാരത്തിന് നാശവും നഷ്ടവും സംഭവിച്ചു പോകരുത് എന്ന ബോധത്തിനാണ്, ശ്രദ്ധയാണ് സന്മാർഗബോധം എന്ന് പറയുന്നത്. അതായത് സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ അനുകൂലമാണെങ്കിൽ ഞാൻ ഈ നിയമങ്ങളും വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ പോവാം. അതിന് വല്ല തകരാറും വരികയാണെങ്കിൽ അതെന്റെ കുറ്റമല്ലല്ലോ, അത് പടച്ചവന്റെ കുറ്റമല്ലേ എന്ന മട്ടിൽ ജീവിക്കുന്ന ആളുകളെ കാണാം. ഞാനെന്ത് ചെയ്യാനാ, ചുറ്റുപാടുകൾ അങ്ങനെയാണ് എന്ന മട്ടിൽ. അതിനെ സന്മാർഗബോധം എന്ന് പറയില്ല. സന്മാർഗബോധം എന്ന് പറയല് ഇത് ശരിയാണ്, സത്യമാണ്, ഇതെപ്പോഴും പാലിക്കണം. അത് പാലിക്കാൻ അപകടമുണ്ടാക്കുന്ന, തടസ്സമുണ്ടാക്കുന്ന വല്ല സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് തരണം ചെയ്യാനോ മാറി നിൽക്കാനോ സാധ്യമാവുക എന്നുള്ളതാണ്. അതുവരെ ചരിത്രം നോക്കിയാൽ അറിയാം, താഴെ ഭാഗത്ത് ആ നാട്ടിലുണ്ടായിരുന്ന ഭരണാധികാരി ഇവരെ മുശ്രിക്കാക്കുകയോ കാഫറാക്കുകയോ ഒന്നും ചെയ്തതായി പറയുന്നില്ല. പക്ഷെ അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആക്കിക്കളയുമോ എന്ന ഭയപ്പാടാണ് അവരതിന് പ്രേരിപ്പിക്കുന്നത്. അവരാ കാലത്തെയും നാടിനെയും പഠിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, ആ നാട്ടിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകർത്താവും ആ നാട്ടിലെ ഭൂരിഭാഗം ആളുകളും കൂടി കൂടിയിട്ട് ഇവരുടെ വിശ്വാസത്തെ തകരാറാക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ട് രക്ഷപ്പെടുകയാണ് അവര്. അതാണ് ഹുദ അധികം ഉണ്ടായിരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാറുള്ളത്.
ബാക്കി റബത്ന അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾക്ക് നാം ദൃഢത നൽകി, റബത്ത് നൽകി, ഉറപ്പ് നൽകി മനസ്സുകൾക്ക്. എപ്പോഴ്? ഇത് കാമു, അവരെഴുന്നേറ്റ് നിന്നപ്പോ, ഉറച്ചു നിന്നപ്പോ. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, റബ്ബുന റബ്ബു സമാവാതി വൽ, ഞങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ നാഥനാണ്. ലൻ നദഉ, ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല, മിൻ ദൂനിഹി, അവന് പുറമെ, ഇലാഹൻ, മറ്റൊരാരാധനയും പ്രാർത്ഥിക്കയില്ല. ലഖദ് ഖുൽനാ ഇദൻ, അങ്ങനെയെങ്ങാനും ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇദൻ ശതത, ഞങ്ങൾ വലിയ അക്രമമാണല്ലോ പറയുന്നത്. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വലിയ ശതത്താണ്. ശതത്ത് എന്ന് പറഞ്ഞാൽ മുൽമുനാണ്, അതിക്രമമാണല്ലോ എന്നവർ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഞങ്ങൾ പ്രാർത്ഥിക്കയില്ല, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ വലിയ അക്രമമാണ് ചെയ്യുന്നത് എന്ന് ധൈര്യസമേതം പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ മനസ്സുകൾക്ക് അള്ളാഹു ദൃഢത നൽകി എന്ന് അവരെപ്പറ്റി രണ്ടാമത് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. എന്താ അവിടെ മനസ്സിലാക്കാനുള്ളത്? മേലെ ആയത്തിൽ അള്ളാഹു അവരെപ്പറ്റി പറഞ്ഞു, അവര് ആമനൂ ബി റബ്ബിഹിം, അള്ളാഹുവില് വിശ്വസിച്ച ആളുകളാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായാലേ അവർ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണെന്ന്. ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബി റബ്ബിഹിം എന്ന് പറഞ്ഞാൽ തന്നെ അവർ വിശ്വാസികളായിരുന്നു എന്ന് മനസ്സിലായില്ലേ? പിന്നെന്തിനാ അള്ളാഹു താഴെ ആയത്ത് പറയുന്നത്? വിശ്വാസികളായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറി എന്നാണ്. മേലെ ആയത്തില് ആമനൂ ബി റബ്ബിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട് പടച്ചോൻ. അതുകൊണ്ട് മതിയാക്കാതെ ഇത് ഖാമു ഫഖാലു റബ്ബുന റബ്ബു സമാവാതി വൽ അർളി ലൻ നദഉ മിൻ ദൂനി ഇലാഹ എന്ന് പറയുന്ന അവരുടെ വാക്ക് അള്ളാഹു ഏറ്റെടുത്ത് റിപ്പോർട്ട് ചെയ്തു തരാണ്, നമുക്ക് ഉദ്ധരിച്ചു തരാണ്. എന്താ അവിടെ മനസ്സിലാക്കി തരാനുള്ളത്? ആമനൂ ബി റബ്ബിഹിം എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസികളാണവര്. പക്ഷേ ആ ആമനൂ ബി റബ്ബിഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നതാണ് തീരുമാനം എന്ന് മനസ്സിലാക്കി തരികയാണ്. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ആ റബ്ബിൽ വിശ്വസിക്കാൻ, ഈമാൻ കൊള്ളാൻ, വിശ്വാസമുള്ളവരാവാൻ. അതിന്റെ തേട്ടം എന്താണ്? അതിന്റെ ആവശ്യം എന്താണ്? അങ്ങനെ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറണമെന്നാണ്. ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ഇങ്ങനാന്ന് പറയണ്ട. ആ ചിന്ത നിങ്ങൾക്ക് വരുന്നോ നിങ്ങൾ ആലോചിച്ച് നോക്കുക വേണ്ടേ? അതായത് അവർ വിശ്വാസികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ മേലെ ആയതുകൊണ്ട് മതിയാവും. ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബി റബ്ബിഹിം എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായി അവർ മുഅ്മിനീങ്ങളാണ്. ആമനൂ ബി റബ്ബിഹിം. അടുത്ത ആയത്തില് ആ അള്ളാഹു ആമനൂ ബി റബ്ബിഹിം എന്ന് പറഞ്ഞ് മതിയാക്കാതെ ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമിയുടെ റബ്ബാണ്, ലൻ നദഉ, ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കയില്ല, മിൻ ദൂനിഹി, അവന് പുറമെ, ഇലാഹ, മറ്റൊരു ഇലാഹിനോടും മറ്റൊന്നിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കയില്ല. അങ്ങനെ എങ്ങാനും ഞങ്ങളെ വായെന്ന് വീണുപോയാൽ അത് വലിയ അക്രമമാണെന്ന് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം എന്നവർ പറഞ്ഞ വാക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയും അള്ളാഹു അവരുടെ വാക്ക് ഏറ്റെടുത്തിട്ട് ഖുർആനിലൂടെ അനശ്വരമാക്കുകയും ചെയ്യുമ്പോൾ ഖുർആൻ സൂചിപ്പിക്കുന്ന പാഠം ഇതാണ്. ആമന ബി റബ്ബി എന്ന് പറയാൻ പലരും ഉണ്ടാവും. ഞാൻ റബ്ബിൽ വിശ്വസിച്ചവനാണ്. ആ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നതാണ് എന്ന് അടിവരയിലാണ്. ഇതിവിടെ മാത്രമല്ല, ഖുർആന്റെ പല ഭാഗത്തും ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇബാദത്താണെന്നും അമ്പിയാക്കന്മാർ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ പ്രബോധന ലക്ഷ്യം ഇതായിരുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിലക്ക് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് തകരാറ് വന്നത്. നമ്മളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അറിയാത്തൊരാൾക്കാരെന്ന അർത്ഥത്തിനല്ല, ഖുർആനിൽ ഈ കാര്യം സൂചിപ്പിച്ച സ്ഥലങ്ങൾ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, സംശയിക്കുന്ന ആളുകൾക്ക്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ ഗുഹാവാസികളെ പറ്റി പറഞ്ഞു തരുന്നത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർ ഗുഹയിൽ അഭയം തേടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ഹാഉലായി അടുത്ത ആയത് ഇത്രയും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചതാണ്. ഇനി തുടരാം. ഹാഉലായി ഇക്കൂട്ടർ, ഇവർ ആര്? ഇവർ ഖൗമുന, അതായത് നമ്മുടെ ജനങ്ങൾ. ഇതൊക്കെ അവരുടെ സംസാരമാണ്. ഈ കൂട്ടർ നമ്മുടെ നാട്ടുകാർ. ഇത്തഹദു, അവർ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ, ആലിഹ, പല ആരാധ്യന്മാരെയും സ്വീകരിച്ചിരിക്കുന്നു. ലൗല യഅ്തൂന, എന്താണ് അവർ കൊണ്ടുവരാത്തത്? അലൈഹിം, അതിന്, ബി സുൽത്താനിൻ, ഒരു രേഖ, തെളിവ്, ബയ്യിനിൻ, വ്യക്തമായ. അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന സമയത്ത് അവർക്കെന്താ അതിനൊരു തെളിവ് കൊണ്ടുവരാൻ കഴിയാത്തത്?
ഫമൻ അവലം, ഇനി ഏതെങ്കിലും വല്ല അക്രമിയും ഉണ്ടോ, മിമ്മൻ ഇവനേക്കാളും, ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിനെ പറ്റി കള്ളം പറഞ്ഞുണ്ടാക്കുന്നവരെക്കാളും വലിയ അക്രമി വേറെ ആരാണ്? അള്ളാഹിനെ പറ്റി കള്ളം പറയുന്നവരല്ലേ വലിയ അക്രമികൾ. അവരുടെ സംസാരമാണ്. നോക്കടോ, നമ്മുടെ നാട്ടുകാർ അള്ളാഹിന് പുറമെ എത്ര ഇലാഹുകളെയാ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് വല്ല തെളിവ് രേഖ അവരുടെ പക്കലുണ്ടോ? അതൊന്നും ഇല്ലതാൻ. അള്ളാഹിനെ പറ്റി ഈ ജാതി കള്ളം പറയുന്ന ആളുകളെക്കാളും വലിയ അക്രമികളാരാ? അള്ളാഹിനെ പറ്റി ഈ ജാതി കള്ളം പറയുന്നവരല്ലേ വലിയ അക്രമികൾ എന്ന ആളുകൾ പറയുകയും ചെയ്തു. ആ ആയത്തോണ്ട് നമുക്കെന്താ മനസ്സിലായത്? നാം നേരത്തെ പഠിച്ചു വെച്ചതൊരു കഥ നമ്മുടെ കയ്യിൽ, ചരിത്രം നമ്മുടെ പക്കലുണ്ട്, മനസ്സിലാക്കിയത്. അതില്ലാതെ ഒരാൾ ആദ്യമായിട്ട് ഈ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗുഹാവാസികൾ ആരായിരുന്നു, അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്നത് മേലെ ആയത്തുകൊണ്ട് കിട്ടി. ഗുഹാവാസികൾ ഗുഹയിൽ അഭയം തേടുന്ന സമയത്ത് ആ നാട്ടുകാരുടെ സ്ഥിതി എന്താന്ന് ഈ ആയത്തുകൊണ്ടും കിട്ടി. അതാണ് ഈ ആയത്തുകൊണ്ടുള്ള പ്രയോജനം. ആ നാട്ടുകാർ ഏതവസ്ഥയിലായിരുന്നു, ഏത് സ്വഭാവക്കാരായിരുന്നു ഈ ആയത്തുകൊണ്ട് മനസ്സിലായി. അവർ തമ്മിൽ നടക്കുന്ന സംസാരമാണ് അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നത്, തമ്മിൽ നടക്കുന്ന സംസാരം. അതുകൊണ്ട് അതിലൂടെ ആ നാട്ടുകാരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അള്ളാഹുവിന് പുറമെ പല ആരാധന്മാരെയും സ്വീകരിച്ചിരുന്നവരായിരുന്നു. പക്ഷെ യാതൊരു തെളിവും അവർക്ക് അതിനെ ഹാജരാക്കാനുണ്ടായിരുന്നില്ല. അതൊരു വലിയ അതിക്രമമാണ്, പാപമാണ്, ദുൽമാണ് എന്ന് ഈ ഗുഹാവാസികളിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു. ഇത്രയാണ് പറഞ്ഞിരുന്നത്. സുൽത്താൻ എന്ന വാക്ക് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ നമുക്ക് അറിയുന്നൊരു വാക്കാണ്. ഭരണാധികാരി എന്ന അർത്ഥത്തിന് സുൽത്താൻ. അതേ അറബി വാക്കിന് തെളിവ്, ആയത്ത് എന്ന അർത്ഥത്തിന്റെ ദലീൽ സുൽത്താൻ എന്ന് പറഞ്ഞാൽ. ഖുറാനിൽ തന്നെ അത് പലയിടത്ത് ഉപയോഗിച്ചിട്ടുള്ള അർത്ഥത്തിന് ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്ന അതേപോലെ തെളിവ് എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. ബയ്യിൻ അറിയുന്ന വാക്കാണ്, വ്യക്തമായ. പിന്നെ ഇഫ്തറ അലല്ലാഹി കദിബാന, കദിബ് കളവാണ്. ഇഫ്തറ എന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞുണ്ടാക്കുന്നതിനാ പറയാം. ഇഫ്തിറ എന്നൊക്കെ പറഞ്ഞാൽ കളവായിട്ട് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതിനാണ് ഇഫ്തറ എന്ന് പറയുന്നത്. ഹാഉലായി കൗമുന, ഹാഉലായി ഇക്കൂട്ടർ, കൗമുന അതായത് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൗമ്. ഇത്തഹദൂ മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ സ്വീകരിച്ചിരിക്കുന്നു ആലിഹ, ഒരുപാട് ആരാധ്യന്മാര്. ലൗലാ യഅ്തൂന അലൈഹിം, എന്തുകൊണ്ടാ കൊണ്ടുവരാത്തത് എന്താ? ലൗലാ യഅ്തൂന അലൈഹിം, അവർ അതിന് കൊണ്ടുവരാത്തത് എന്താ? ബി സുൽത്താനിൻ ബയ്യിനിൻ, വ്യക്തമായ രേഖ, വ്യക്തമായ തെളിവ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നതിന് എന്താണ് ഇവർ രേഖയും തെളിവും കൊണ്ടുവരാത്തത്? ഫമൻ അവലം, ഇനി ആരാണ് വലിയ അക്രമി? മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിനെ പറ്റി കള്ളം പറയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ് എന്ന് വെച്ചാൽ വലിയ അക്രമികൾ ഇവരാവുന്നു. ആയത്തുകൾ ഒന്ന് എടുത്തു നോക്കൂ, നമ്മുടെ ഓതിയ ആയത്തുകൾ. നഹ്നു നഖുസ്സു അലൈക, 4 ആയത്തുകൾ. നബഅഹും ബിൽഹഖി ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അങ്ങനെ പറഞ്ഞു നോക്കൂ, എന്താണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്? പരിഭാഷ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി ആയത്തൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യമായി അവരുടെ വാർത്ത നാം നിനക്ക് പറഞ്ഞു തരാം. അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു അവർ. നാം അവർക്ക് സന്മാർഗബോധം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ ഉറച്ചു നിന്ന് ഞങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ നാഥനാണ്, അവനല്ലാതെ മറ്റാരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ നാം അവരുടെ മനസ്സുകൾക്ക് ദൃഢത നൽകി. അങ്ങനെ നാം പറഞ്ഞാൽ അത് അതിക്രമമാണ് എന്നും അവർ പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടുകാര് അള്ളാഹുവിന് പുറമെ ഒരുപാട് ആരാധന്മാരെ സ്വീകരിച്ചിരിക്കുന്നു. അതിനവർക്ക് യാതൊരു തെളിവുമില്ലതാനും അള്ളാഹുവിനെപ്പറ്റി ഇത്തരം കള്ളം പറയുന്നവർ വലിയ അക്രമികളല്ലേ. പിൽക്കാലക്കാരായി വന്ന ഒരു സമൂഹത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായി വന്ന നമുക്ക് മുമ്പെങ്ങാണ്ടോ കഴിഞ്ഞുപോയൊരു സമൂഹത്തിന്റെ കഥ പറഞ്ഞുതരാം, ചരിത്രം പറഞ്ഞുതരാം. ആ നേരം ഖുർആൻ ഇത്രയൊക്കെ പറഞ്ഞുള്ളൂ. എവിടെയെങ്കിലും അവരുടെ കാലഗതിയോ കാലഘട്ടമോ പ്രദേശമോ ആ യാതൊരു പരാമർശം നടത്തിയിട്ടില്ല. ഇതാണ് ഖുർആൻ പറഞ്ഞത്. എന്താ അവിടെ ഈ ആയത്തുകൾ കൊണ്ട് മനസ്സിലാക്കി തരുന്ന പാഠം? പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാല്, അള്ളാഹു ഏകനാണെന്ന് പറയുന്ന ആശയത്തിനോടോ അല്ലെ അള്ളാഹുവിന്റെ കഴിവുകൾ അംഗീകരിക്കുന്നിടത്തൊന്നിപ്പോ മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്ക് തർക്കമൊന്നുമില്ല. അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരാൾ മറ്റുള്ളവരെക്കാളും 100-101% കൂടുതലായിരിക്കാം. കൂടുതലല്ലാതെ കുറവുണ്ടാവില്ല സമൂഹത്തിലെ ആളുകൾ. വിശ്വാസികളാണ് ആളുകൾ ആ കാര്യത്തിൽ. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കാര്യത്തിലും തർക്കമില്ല. ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യത്തിൽ അതങ്ങനെ തന്നെയാണെന്ന് പറയുകയും ചെയ്തു. സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പ്രാർത്ഥനയാണെന്ന് അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, പ്രാർത്ഥിക്കുന്നുണ്ട് സമൂഹം എന്നുള്ളതാണ് സത്യം.
എന്തേ പറ്റിയത്? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയാണ് എന്ന പാഠം എവിടെയും കിട്ടിയില്ല എന്ന് പറയാൻ കാരണം പഴയകാല മദ്രസ പാഠപുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ അർത്ഥത്തിൽ മർമ്മത്തിൽ തലയിൽ കയറ്റി കൊടുക്കുന്ന ഈ തത്വം പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങൾ എവിടെയും കാണാൻ കഴിയില്ല. പഴയകാല പഠനങ്ങളിൽ പലപ്പോഴും അതുണ്ടായില്ല. അത് പഠിച്ചു വന്നൊരു സമൂഹത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോ അവർക്ക് പരിചയമില്ലാത്തൊരു വാക്കുപോലെ ആയിത്തീരണ്ടായത്. ഖുർആൻ ഇവിടെ നമ്മൾ പഠിക്കുക. ഗുഹാവാസികളുടെ കഥ ചരിത്രം ഖുർആനിൽ പറഞ്ഞു തരുന്നത് അവർ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരില അവർ ഗുഹയിൽ എത്തിപ്പെടേണ്ടി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആയത്ത് ഇറങ്ങുന്നത് കാലഘട്ടം വരെ ഈ ചരിത്ര കഥകൾ പറയാറുള്ളത് ആ നാട്ടിലെ മുശ്രിക്കുകളായ ആളുകളോ മറ്റാളുകളോ ആണ്, കാഫറുകളായ ആളുകളോ ആണ്. സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഗുഹാവാസികളെ കഥയും ചൊല്ലി നടക്കാറില്ല. അത് പറയാറില്ല, കാരണം അത് അവരുടേതല്ലല്ലോ. ഈ ആയത്തിറങ്ങിയിട്ട് പടച്ചവൻ ചെയ്തെന്താന്ന് പറഞ്ഞാൽ ഈ കഥയും ചരിത്രവും അയവിറക്കാനും ആവർത്തിക്കാനും അർഹതയുള്ളത് നിങ്ങൾക്കാണ്, കാരണം അവർ നിങ്ങളെപ്പോലെ വിശ്വാസികളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും അറിയിച്ചു. നമുക്ക് മനസ്സിലാക്കാം, പിന്നീട് അക്കഥ പറയലും വിശദീകരിക്കലും സഹാബികളായി മാറി. ഖുർആനിൽ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും മറുപക്ഷം ആ കഥ പറയാൻ നടക്കൂല. അവരെ ഏറ്റു പറയുന്ന ഒരു നാണക്കേടാണുള്ളവർക്ക്. അതുകൊണ്ട് അവരെ പറയൽ നിർത്തിയും ചെയ്തു. ഗുഹാവാസികൾ, നിങ്ങളൊക്കെ പറയാറില്ലത് ആ ഗുഹാവാസികൾ ഞങ്ങളെ പൂർവികന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരത് പറയാനും തുടങ്ങി. അതുപോലെ നിങ്ങൾ എടുത്തു നോക്കൂ, ഗുഹാവാസികളുടെ ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നത് ഏത് വിഭാഗത്തിന്റെ മാതൃകയായിട്ടാണെന്നറിയോ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച വിഭാഗത്തിലെ ജനങ്ങൾക്ക്, ആ തരം ആളുകൾക്ക് ആവേശം നൽകിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ അവർ അത് പഠിപ്പിച്ചിരുന്നത്. ലന്നദുവ മിൻ ദൂനിഹി ഇലാഹ അലിയ, ഒരിക്കലും ഞങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ ആരൊക്കെ പറഞ്ഞിരുന്നാലും ശരി, എന്തൊക്കെ പറഞ്ഞിരുന്നാലും എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന മുഴുക്കി അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടുമാവില്ല എന്ന് പറയുന്നവർക്ക് ആവേശം നൽകാനാണ് ഗുഹാവാസികളുടെ കഥ. അവസ്ഥ എന്താ? നമ്മുടെ നാട്ടില് ഗുഹാവാസികളുടെ കഥ സാധാരണ കൊണ്ടു നടക്കൽ ആരാന്നറിയോ? അല്ലല്ലാതെ പലരും സഹായിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഗുഹാവാസികളെ കഥയിട്ട് കിടക്കണേ. ഓലെ ആപത്ത് വരാതിരിക്കാൻ ഇതിന്റെ പേരെഴുതി ചില്ലിട്ട് തൂക്കലും അതിന്റെ തകിടിൽ എഴുതി വെക്കലും ബാക്കിയെല്ലാം കൂടിയായിട്ട് ഗുഹാവാസികളുടെ കഥകൾ സാധാരണ പറയാറ് മുവഹിദുകളായ നമ്മളാണോ നമ്മുടെ സമൂഹത്തിൽ അത്രമാത്രം കണിശത ഈ കാര്യത്തിൽ കാണിക്കാത്ത ആളുകളോ? അത് പറയൂ. നമ്മൾ സാധാരണ ഗുഹാവാസികളെ പറയാറില്ല. കാരണം അതെങ്ങാണ്ട് ആയും കുറെ ഗുഹാവാസികളെല്ലാം കൂടിയായിട്ട് ഈ ജാതി ഇവർക്ക് വേണ്ടി ഇറക്കിയൊരു സംഭവം പോലെ തോന്നിക്കളയുന്നു അല്ലേ? തിരിച്ച ഇത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ശഠിച്ചൊരു വിഭാഗത്തിന്റെ ഒരു ഉദാഹരണമാണത്, ചരിത്രമാണത്. അത് പറയാൻ ഏറ്റവും അർഹതപ്പെട്ടവര് ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാതെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് നടക്കുന്നവരാണോ? അതാ നിലക്ക് ആയത്ത് മനസ്സിലാക്കുക. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറയുകയും ശഠിക്കുകയും ചെയ്തവർ മുമ്പ് ചെയ്തു പോയിട്ടുണ്ടാവാം. അബദ്ധം ചടഞ്ഞപ്പോ നമ്മൾ മാറ്റിയിട്ടുണ്ടല്ലോ. അതോടുകൂടി പഴയ കാലത്തെ പറ്റി നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമില്ല. അപ്പൊ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച വ്യക്തിക്ക് ആവേശം നൽകാനാണ് സൂറത്തുൽ കഹ്ഫിലെ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം എന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന്. മറ്റൊന്ന്, ഖുർആൻ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണുന്ന ഒരു പാഠമുണ്ട്. ഈ ലോകത്ത് നടന്ന സംഘടനകൾ, ആദർശപരമായ സംഘടനത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തൗഹീദും ശിർക്കും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ്. നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ. ഖുർആൻ നമുക്ക് ചൊല്ലിത്തരുന്ന കഥകളൊക്കെ ഇവിടെ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന തൗഹീദും അതിനെ നിരാകരിക്കുന്ന ശിർക്കും തമ്മിൽ ഏത് സമയത്തും ഒരു തരം മത്സരം നടന്നിട്ടുണ്ട്. അത് അമ്പിയാക്കന്മാർ അലൈഹിസ്സലാത്തു വസ്സലാം അവരുള്ള കാലഘട്ടത്തിൽ അവരായിരിക്കാം, അമ്പിയാക്കന്മാരില്ലാത്ത കാലഘട്ടത്തിലും ഗുഹാവാസികളുടെ സംഭവം പോലെ അത് തുടർന്നിട്ടുണ്ട്. അതെന്നും തുടരും. അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അത് ഈ ദുന്യാവെന്നില്ലാതാവൂല. അത് അവസാനിപ്പിക്കാൻ മോഹിക്കുന്നുവെങ്കിൽ അള്ളാന്റെ സുന്നത്തിനെ മാറ്റിമറിക്കാനുള്ളൊരു മോഹാണ്, നടക്കാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ജാതി കാര്യങ്ങൾ ഖുർആനിൽ പഠിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആൻ ഇങ്ങനെ എടുത്തു നോക്കൂ. ഏത് കാലഘട്ടത്തിലാ തൗഹീദും ശിർക്കും തമ്മിലുള്ള തർക്കം അവസാനിച്ചിട്ട് ലോകത്തിലെത്തിയത്? ഇല്ല. അത് നബിമാരുടെ കാലത്ത് മാത്രം. ഇതിപ്പോ നബിമാരുടെ കാലത്തല്ലല്ലോ ഇത്. നബിയൊന്നുമില്ല കാലഘട്ടത്തിൽ.
നബിമാരുള്ള കാലഘട്ടത്തിലായിരുന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, ഈ ദുനിയാവിൽ തൗഹീദിന്റെ വശവും ശിർക്കും തമ്മിലുള്ള ഒരു മത്സരം നടന്നേ പറ്റൂ. അത് സ്വാഭാവികമാണ്, അത് നിലനിന്നേ പറ്റൂ. ഖുർആൻ പറഞ്ഞിരുന്ന ചരിത്രം അതാണ്. രണ്ടെണ്ണം ഓർമ്മിക്കാം. ബാക്കി വൈദ് എഴുത്തസൽത്തുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ് ഫഅ്വൂ ഇലൽ കഹ്ഫി യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ. വൈദ് എഴുത്തസൽത്തുമൂഹും, നിങ്ങൾ അവരെ ഒഴിവാക്കിയ സ്ഥിതിക്ക്, എഴുത്തസല ഉപേക്ഷിച്ചു. വൈദ് എഴുത്തസൽത്തുമൂഹും, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച സ്ഥിതിക്ക്, വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹു ഒഴിച്ച് അവർ ആരാധിക്കുന്ന മറ്റു വസ്തുക്കളെ നിങ്ങൾ ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഫഅ്വൂ, അഭയം തേടിക്കോളൂ, ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. യൻശുർ, വിശാലമാക്കി തരും, ലക്കും, നിങ്ങൾക്ക്, റബ്ബുക്കും, നിങ്ങളെ നാഥൻ, മിർ റഹ്മതി, അവന്റെ കാരുണ്യത്തിൽ നിന്ന്. നിങ്ങളെ നാഥൻ അവന്റെ കാരുണ്യം നിങ്ങൾക്ക് വിശാലമാക്കി തരും. വയുഹയ്യി, അവൻ ഒരുക്കിത്തരും, ലക്കും, നിങ്ങൾക്ക്, മിൻ അംരിക്കും, നിങ്ങളെ കാര്യത്തിൽ, മിർഫഖ, സൗകര്യങ്ങൾ ഒരുക്കിത്തരികയും ചെയ്യും. ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു എന്നുള്ളത് വ്യക്തമല്ല വാക്കുകളിൽ. ആ പദത്തിന്റെ തലക്കലും അവസാനവും പറഞ്ഞില്ല. പക്ഷെ ആശയം കേൾക്കുന്നവർക്ക് വ്യക്തമാണ്. ഗുഹാവാസികൾ തമ്മിൽ സംസാരിച്ച സംസാരമാണ് നാം മുകളിൽ കണ്ടത്. ഇതും ആ വാക്ക് തന്നെയാണ്. എന്ത് ചെയ്തു? അവരിങ്ങനെ സംസാരിച്ചിട്ട് അവർ പറഞ്ഞു, നമ്മളെ നാട്ടുകാർ കണ്ടില്ലേ, ഒരു രേഖയും തെളിവൊന്നുമില്ലാതെ കണ്ടമാൻ അല്ലല്ലാത്തവരോട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിട്ടു. ഏതായിരുന്നാലും ഈ നാട്ടുകാരെ ഉപേക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ചില്ലേ. ഗുഹയിൽ പോയിപ്പെട്ട ആളുകൾ ഗുഹയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സംസാരമാണ്. ഈ നാട്ടുകാരെ ഉപേക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ചല്ലോ, ഇവരെ കൂടെ കൂടണ്ടെന്ന്. അള്ളാഹുവിന് പുറമെ ഇവർ ആരാധിക്കുന്ന വസ്തുക്കളെയും സഹകരിക്കേണ്ട, അതിനെയൊക്കെ വിട്ടു നിൽക്കണം നമ്മൾ തീരുമാനിച്ചില്ലേ. തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊരു വഴി മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും ഗുഹയിൽ കൂടി ഒഴിക്കാം, രക്ഷപ്പെടാം. എന്താ ഉണ്ടാവുക? അള്ളാഹു അവന്റെ കാരുണ്യം നമുക്ക് നൽകാതിരിക്കുമോ? നമ്മുടെ ഈ പ്രശ്നത്തിൽ അള്ളാഹുവിന്റെ സൗകര്യങ്ങൾ അവൻ നമുക്ക് ഒരുക്കിത്തരാതിരിക്കുമോ? എന്തെങ്കിലും പോംവഴിയും തൗഫീഖും പടച്ചോന്റെ പക്കന്ന് കിട്ടാതിരിക്കൂല. ഏതായാലും ഈ നാട്ടുകാരേറ്റ് ലോകം വേണ്ടാന്ന് തീരുമാനിച്ച സ്ഥിതിക്ക്, ശിർക്കുമായി സഹകരിക്കേണ്ടെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് പോവാം, വല്ല ഗുഹയിലും പോയി ഒളിക്കാം എന്നവർ തമ്മിൽ സംസാരിച്ചു. അതാണ് സംസാരം. അവർ തമ്മിൽ നടന്ന സംസാരമാണ്. തമ്മിലാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞ നാട്ടുകാർക്കല്ല, അവർ പരസ്പരം പറയാണ്. അവർ ഗുഹയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സംസാരമാണ് നമ്മൾ നേരത്തെ കാണുന്നത്. എന്താ പറയുന്നത്? നമ്മളെ നാട്ടുകാരെ കണ്ടില്ലേ, എത്ര ആരാധ്യന്മാരാ ഇവർക്കിരിക്കുന്നത്. ഒരു രേഖയും തെളിവുണ്ടെങ്കിൽ തിരക്കിടില്ല. അള്ളാനെപ്പറ്റി ഈ ജാതി കള്ളം പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അതിക്രമാണത്. ശരി, ഏതായിരുന്നാലും ഈ നാട്ടുകാരെടുത്തൊന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചല്ലോ. അള്ളാഹുവിന് പുറമെ ഇവർ ആരാധിക്കുന്ന വസ്തുക്കളുമായി ഒന്നും സഹകരിക്കേണ്ട നമ്മൾ തീരുമാനിച്ചില്ലേ. ആ സ്ഥിതിക്ക് നമുക്കിനി വല്ല ഗുഹയിലും പോയി അഭയം തേടാം. വരൂ, നമുക്ക് ഗുഹയിൽ അഭയം തേടാം. അങ്ങനെ ഗുഹയും തേടിയാൽ റബ്ബ് നിങ്ങൾക്ക് പിന്നെ വിശാലമാക്കി തരും. നിങ്ങൾക്ക് തമ്മിലല്ല സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നർത്ഥം. നിങ്ങൾക്ക് വിശാലമാക്കി തരും അവന്റെ കാരുണ്യം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ അവൻ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരികയും ചെയ്യും എന്ന് പറയുമ്പോൾ തമ്മിൽ സംസാരിക്കുക. ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്നാണ്. എന്തേ എഴുത്തസൽത്തുമൂഹം എന്ന് പറയുന്ന വാക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് അക്കാ പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഇസൽത്തുമൂഹം എന്ന് പറയുന്ന വാക്കും തന്നെ. നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ച സ്ഥിതിക്ക്, നിങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളാ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ഏതോ ആളുകൾ മറ്റുള്ളവരോട് പറഞ്ഞു. അവർ 6-7 പേര് ഉണ്ടല്ലോ എണ്ണം. അവരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ മറ്റവരോട് പറഞ്ഞു, നിങ്ങളേതായാലും ഇപ്പൊ ഇവരെ വിടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ വല്ല ഗുഹയിൽ പോയി. നമ്മൾ എന്ന് പറയേണ്ട സ്വരത്തിന് തന്നെ ആശയം അതാണ്, നമ്മൾ എന്നുള്ളതാണ്. പക്ഷെ അവർ സംസാരിച്ച രീതി നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതങ്ങനെ സാധാരണ ഉപയോഗിക്കാറില്ലല്ലേ? ആണ്, അത് തന്നെയാണ് അതല്ല ഞാനിങ്ങനെ നിൽക്കുന്ന അവിടെ. അയാളായിരിക്കാം ആ കൂട്ടത്തിൽപ്പെട്ട തമ്മിൽ പറഞ്ഞതായിരിക്കാം. അവരിൽ ആരോ പറഞ്ഞു, അത് വ്യക്തമല്ലല്ലോ. ആര് പറഞ്ഞല്ലോ വിശാലമാക്കി തരും. നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നർത്ഥം. നിങ്ങൾക്ക് വിശാലമാക്കി തരും അവന്റെ കാരുണ്യം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ അവൻ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരികയും ചെയ്യും എന്ന് പറയുമ്പോൾ തമ്മിൽ സംസാരിക്കുക. ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്നാണ്. എന്തേ എഴുത്തസൽത്തുമൂഹം എന്ന് പറയുന്ന വാക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് അക്കാ പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഇസൽത്തുമൂഹം എന്ന് പറയുന്ന വാക്കും തന്നെ. നിങ്ങൾ
ഇവരെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് നിങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളെന്നാ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ഏതോ ആളുകൾ മറ്റുള്ളവരോട് പറഞ്ഞു. അവർ 6-7 പേര് ഉണ്ടല്ലോ എണ്ണം. അവരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ മറ്റവരോട് പറഞ്ഞു, നിങ്ങളേതായാലും ഇപ്പൊ ഇവരെ വിടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ വല്ല ഗുഹയിൽ പോയി. അത് അത്രയാങ്ങോട്ട് സൂക്ഷ്മമായി പറയാതെ എനിക്ക് പോവാത്. പക്ഷെ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ആയത്തെടുത്ത് നോക്കുമ്പോൾ സ്വരമാറ്റം സംഭവിക്കാൻ സംശയം വരാതിരിക്കാനാണ് തീർത്തു പോകുന്നത്. ഇത് ഇവർ തമ്മിൽ നടക്കുന്ന സംസാരമാണ്. എന്ത് വൈദ്യുതമോഹം നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്, ഈ നാട്ടുകാരെ ഉപേക്ഷിച്ച സ്ഥിതിക്ക്, ഒമാ യാബുദൂന ഇല്ലല്ലാ, അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെയും ഉപേക്ഷിച്ച സ്ഥിതിക്ക് കൽപ്പനയാണ് അഭയം തേടിക്കോളൂ ഇലൽ കഹ്ഫ്, ഒരു ഗുഹയിലേക്ക്. യൻഷുർലക്കും, നിങ്ങൾക്ക് വിശാലമാക്കി തരും റബ്ബുക്കും, നിങ്ങൾ രക്ഷിതാവ്, മിർ റഹ്മതി, അവന്റെ കാരുണ്യത്തിൽ നിന്ന്, വയുഹയ്യിലക്കും, സൗകര്യപ്പെടുത്തി തരിക, ഒരുക്കി തരിക എന്നൊക്കെയാണ് അർത്ഥം. അവൻ ഒരുക്കിത്തരും ലക്കും, നിങ്ങൾക്ക്, മിൻ അമ്രിക്കും, നിങ്ങളുടെ കാര്യത്തിൽ, മിർഫഖ, സൗകര്യങ്ങൾ ഒരുക്കിത്തരിക, ഒരുക്കങ്ങൾ ഒരുക്കിത്തരിക, വേണ്ട തൗഫീക്ക് ചെയ്തു തരിക. അതാണ് യുഹയ്യി മിർഫഖ എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടുക. വയുഹയ്യിലക്കും മിൻ അമ്രിക്കും മിർഫഖ. അങ്ങനെ വെറുതെ മലയാളം മാത്രം ഇങ്ങനെ കേട്ടു നോക്കിയ ഒരു ബുദ്ധിമുട്ട് വരില്ല. നിങ്ങൾ ഇവരെയും അള്ളാഹുവിന് പുറമെ ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഗുഹയിൽ അഭയം തേടിക്കോളൂ. നിങ്ങളെ നാഥൻ നിങ്ങൾക്ക് അവന്റെ കാരുണ്യത്തിൽ നിന്ന് വിശാലമാക്കി തരും. നിങ്ങളെ പ്രശ്നത്തിൽ അവൻ സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യും. അങ്ങനെയാണ് അവരാകും. അല്ല, തിരിച്ചും പറയാറുണ്ട് അള്ളാഹു വേറാരോ പറയുന്ന മാതിരി സംസാര രീതിയിൽ അള്ളാഹു പറയാറുണ്ട്. പോയവായ സംസാരം മറ്റാൾ പറയുന്നത് പോലെ അള്ളാഹു പറയാറുണ്ട്, ഖുർആനിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവര് ഗുഹയിൽ എത്തിപ്പെടുകയും ഗുഹാവാസികളായി മാറുകയും ചെയ്തതെന്നാണ്. അപ്പൊ ഇനിയിപ്പോ എന്താ വഴി എന്നിങ്ങനെ അവർ ആലോചിച്ചപ്പോൾ ഇനിയൊരു അള്ളാഹു വേറാരോ പറയുന്ന മാതിരി സംസാര രീതിയിൽ അള്ളാഹു പറയാറുണ്ട്. മറ്റാൾ പറയുന്നത് പോലെ അള്ളാഹു പറയാറുണ്ട്, ഖുർആനിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവര് ഗുഹയിൽ എത്തിപ്പെടുകയും ഗുഹാവാസികളായി മാറുകയും ചെയ്തതെന്നാണ്. അപ്പൊ ഇനിയിപ്പോ എന്താ വഴി എന്നിങ്ങനെ അവർ ആലോചിച്ചപ്പോൾ ഇനിയൊരു മാർഗ്ഗമേ ഉള്ളൂ, വല്ല ഗുഹയിലും പോയി ഒളിച്ച് താമസിക്കുക, അള്ളാന്റെ കാരുണ്യം നമ്മളെ തെരഞ്ഞു വന്നുകൊള്ളും എന്ന് പറഞ്ഞു. അവിടെ എന്താ മനസ്സിലാക്കാനുള്ളത്? ഖുർആൻ പറഞ്ഞു തരുന്ന എല്ലാ നബിമാരുടെയും അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം പരിശോധിച്ച് നോക്കൂ. എല്ലാവരും ഈ ഒരു പ്രതീക്ഷയിലാണ്. എന്ത് യൻസുർലക്കും റബ്ബുക്കും റഹ്മത്തിഹി, അള്ളാന്റെ കാരുണ്യം എപ്പോഴെങ്കിലും തെരഞ്ഞു വരാതിരിക്കുവോ? ഏത് സമയത്തും കൂടില്ലാതിരിക്കുവോ? അത് വിശാലമാക്കി തരാതിരിക്കുവോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൽ അള്ളാന്റെ സൗകര്യങ്ങളും തൗഫീഖുകളും വരാതിരിക്കുവോ? ഇതാണ് ഇവരുടെയൊക്കെ പ്രതീക്ഷ. ഖുർആൻ നൽകുന്ന പ്രതീക്ഷയാണ്, ഗുഹാവാസികളുടെ പ്രതീക്ഷയാണ്. ഞങ്ങളിങ്ങനെ ഒരു 300 കൊല്ലം ഉറങ്ങേണ്ടി വരുമെന്നോ, പിന്നീട് ഞങ്ങളൊരു ദൃഷ്ടാന്തമായ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരുമെന്നോ, അത് തലമുറകൾ ഏറ്റുപഠിക്കാവുന്ന സ്മരിക്കാവുന്ന ഒരു വിധത്തിൽ പടച്ചുതമ്പുരാന്റെ ഗ്രന്ഥത്തിൽ ഞങ്ങളുടെ പേരുകൾ സ്ഥാനം പിടിക്കുമെന്നോ, ചരിത്ര സ്ഥാനം പിടിക്കുമെന്നോ ഒന്നും ഈ ആളുകൾ സങ്കല്പിച്ചിട്ട് പോലുമില്ലല്ലോ. ഇവരാരിപ്പോ ആകാശത്ത് പൊട്ടിവിട മനുഷ്യന്മാരൊന്നുമില്ല, നമ്മളെ മറത്ത മനുഷ്യന്മാർ. അങ്ങനെ ജീവിച്ചു പോകുന്നിടത്ത് പടച്ചവർക്ക് ഇഷ്ടപ്പെട്ടൊരു പണി അവർ ചെയ്തപ്പോഴും അള്ളാഹു ചെയ്ത കാര്യം എന്താ? അവരെ ചരിത്രം ഇന്ന് അടർത്തിയെടുത്തിട്ട് ഈ ഖുർആനിൽ ഉൾക്കൊള്ളിച്ചപ്പോ എത്ര മനുഷ്യന്മാരാ വായിച്ചു പഠിക്കുന്ന, അന്വേഷിച്ച് പഠിക്കുന്ന മനുഷ്യന്മാര്? ഇവർ ജീവിച്ചിരിക്കുക അവിടെ, തെറ്റിദ്ധരിക്കേണ്ട. മനസ്സുകളിൽ മറ്റോ ജീവിതമല്ല, ജീവിച്ചിരിക്കുക. ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പറ്റി. ഗുഹാവാസികൾ ആ സൂറത്ത് ആളുകൾ പാരായണം ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്, അന്നേരം ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ അർത്ഥത്തിൽ അള്ളാഹുവിന് അത് ഇഷ്ടപ്പെടുകയും അത് പിന്നെ അള്ളാഹു അവരുടെ കാരുണ്യം കാണിക്കുകയും ചെയ്തുകൊണ്ട് സത്യമാണ്. അപ്പൊ അള്ളാഹുവിന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ മുന്നിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടും. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, നമ്മുടെ ഭാവനയിലല്ലാതെ. ഇത് പരിശോധിച്ച് നോക്കിയാൽ ഇതുകൊണ്ട് മാത്രമേ ദുനിയാവിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണൂല. ഒരാള് ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, വേറെ ആരോടും പ്രാർത്ഥിക്കയില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചതിന്റെ പേരിൽ നഷ്ടവും പരാജയവും സംഭവിച്ച ഒരു മനുഷ്യന്റെ ഉദാഹരണം ഉണ്ടാവില്ല. അയാളുടെ ജീവിതത്തിൽ ഇതിന്റെ കൂടെ പൊരുത്തക്കേടുകളും തോന്നിയാസങ്ങളുണ്ടെങ്കിൽ അതിന് അള്ളാഹിനല്ലല്ലോ കുറ്റം പറയേണ്ടത്, ആ മനുഷ്യനെയാണല്ലോ. ഇത് തീരുമാനിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യൻ നരകിച്ചൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് വെറുതെ പറയുന്നതാണ്.
കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആളുകളും കുടുംബത്തിലെ കാരണവന്മാരും സ്ത്രീകളും ഒക്കെ നമ്മളെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തും. പിന്നെ ഒറ്റപ്പെട്ടുപോകും, ആരുണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതാണ് സാധാരണ ഒരു വലിയ ശതമാനം ആളുകളെ സത്യം മനസ്സിലാക്കിയിട്ടും അത് പറയുന്നതിലും പ്രഖ്യാപിക്കുന്നതും പറഞ്ഞു നിർത്തുന്നു. ഇത് കാമു, ആ വാക്ക് ശ്രദ്ധിച്ചു നിങ്ങൾ മേലെ ആയത്തിലെ അവർ ഉറച്ചു നിന്നു. കാലു, അവർ പറഞ്ഞു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദഉ മിൻ ദൂനിഹില്ല. അവിടെയാണ് അള്ളാഹു നൽകുന്ന ദൃഢത ലഭിക്കുന്നത്. എനിക്കറിയാൻ പഠിച്ചവന്, പക്ഷെ പഠിച്ചവൻ എനിക്കറിയാം എന്റെ സാഹചര്യം, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് കണക്കാക്കുന്നവനോട് ഹൃദയത്തിന്റെ ആദ്യത വരേണ്ട ആവശ്യമില്ല, അള്ളാഹു അയാൾക്ക് റഹ്മത്ത് നൽകേണ്ട ആവശ്യമില്ല. ഇത് കാമു എന്നുള്ള വാക്ക് വെറുതെ പറഞ്ഞില്ല. കാമു, അവർ ഉറച്ചു നിന്നിട്ട് വക്കാലു, അവർ പറഞ്ഞു. അതാ എന്നിട്ട് അവർ തീരുമാനിച്ചു, യൻസുറക്കും റബ്ബുക്കും റഹ്മത്തി, അള്ളാന്റെ റഹ്മത്ത് വിശാലമാക്കി തരും, തുറന്നു തരാതിരിക്കില്ല, ഉറപ്പാണ്. നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതാണ്. ഏത് അള്ളാഹുവിന്റെ റഹ്മത്ത് തേടുന്നവരാണ് നമ്മളൊക്കെ ഈ ദുനിയാവിന്റെ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും. അള്ളാഹു ഇത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ സ്വന്തം കാര്യം എടുത്താലും ഭൗതിക ജീവിതം എടുത്താലും ആഖിറത്ത് എടുത്താലും ഒക്കെ അള്ളാന്റെ റഹ്മത്ത് കോരിത്തിരിഞ്ഞാലേ രക്ഷപ്പെടാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നബി പറഞ്ഞ വാക്ക്, സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ സ്വർഗാവകാശിയാവില്ലടൂ എന്ന് സംസാരിച്ചു. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ ഇല്ലാൻ സമ്മതവും റബ്ബുവും റഹ്മത്തിൽ നിന്നാണ് നബീസിലെ വാചകം. സമ്മത എന്ന് പറഞ്ഞാൽ അങ്ങനെ കോരി ചുരിയ ചുറ്റി പൊതിയാനോ. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഞങ്ങൾക്ക് വാചകാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്കും അത് വാചകമാണോ? പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗാവകാശിയാവാൻ മാത്രം പ്രവർത്തിച്ചവരല്ലേ താങ്കൾ, പിന്നെ താങ്കൾക്കത് ബാധകമാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞു, എനിക്കും അത് ബാധകമാണ്. എന്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം റബ്ബിന്റെ സ്വർഗം ചോദിച്ചു വാങ്ങാൻ മതിയവനൊന്നുമല്ല ഞാൻ. അത്രമാത്രമൊന്നും കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. എന്റെ കർമ്മങ്ങൾ അതിന് മാത്രമായി എന്ന് പറയാവതല്ല, അള്ളാന്റെ കാരുണ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതാണ് ആ വിനീതമായ സംസാരം, അതാണ് ആ പഠിപ്പിച്ച പാഠം. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം അങ്ങേയറ്റ ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ. ആ ഒരു കാര്യം ഉറപ്പിക്കുക, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. എന്ത് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹിനോടല്ലാതെ വേറൊരാൾ പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഈ ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്നുള്ളത് ഖുർആൻ നൽകുന്ന വാഗ്ദാനമാണ്, പടച്ചവന്റെ വാഗ്ദാനമാണ്. ഇഖ്ലാസുൽ മീആദിനാണല്ലോ. അള്ളാഹ് വാഗ്ദാനം ലംഘിക്കൂല. ആ ഉറപ്പായിട്ട് തന്നെ കയ്യിലുണ്ടാകും. ഇനി എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇല്ല, 300 എത്തിയിട്ടില്ല ഞങ്ങള്. പറയാം, നിങ്ങൾ ചോദ്യം പ്രസക്താണ്. 300 കഴിഞ്ഞിട്ട് എന്ത് വന്നുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഗുഹാവാസികളുടെ ചരിത്രത്തെ പറ്റി ഖുർആനിൽ വായിക്കുന്നതിനേക്കാൾ ഏറെ കുറെ വായിച്ച് നമ്മുടെ കൈകളിലുണ്ട്. അതൊരു ഭാഗത്ത് വെക്കുക, കളയണ്ട, തെളിവെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ഖുർആന്റെ ആയത്തുകളിൽ ഏതൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളത് ഇങ്ങനെ പോയി വന്നിട്ട് അതിനിങ്ങനെ എടുത്തോളൂ. ഖുർആനിലൊക്കെ അതിന്റെ കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് മാറ്റി വെക്കാനാ പറഞ്ഞു പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അത് വരുന്നുള്ളൂ. ഇന്നിപ്പോ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ആ ആയത്ത് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് എന്ന് ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഈ എത്തിയ ആയത്തിൽ എന്ത് കിട്ടുന്നു? ഈ ആയത്തിൽ നിന്ന് മുഹമ്മമായ അതുകൊണ്ടില്ല കൃഷ്ണനിലൊക്കെ പറഞ്ഞെടുക്കുന്നു. വല്ലതും തലയിൽ വരുന്നുണ്ട്, ആലോചിച്ച് നോക്കും. അത് ഒരു കാര്യം, അള്ളാഹുവിന്റെ റഹ്മത്തിനോടൊരു പ്രതീക്ഷയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോ തൗഹീദും ശിർക്കും തമ്മിൽ ഒരു സ്നേഹം കാണിക്കാനല്ല ഖുർആൻ പഠിപ്പിച്ചു വരുന്നത്. മാറ്റാൻ പറ്റുമെന്നൊക്കെ ഒരു ശ്രമം നടത്തി നോക്കുക. മാറില്ലെങ്കിൽ സലാം പറയാം. വായുതെഴുത്ത സ്ഥലത്ത് മുഹമ്മമായ അതുകൂടില്ല. ഇവരെയും അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നവരെയും നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ജയിച്ചാൽ വിട്ടേക്കുക എന്നാണ്. ആ കാര്യത്തിൽ യാതൊരു സഹകരണവും വേണ്ടതില്ല എന്നാ ഖുർആന്റെ സംസാരം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഒരു സഹകരണത്തിനും വരുന്നുണ്ടില്ല. വായുദേവ സ്ഥലത്ത് മുഹമ്മമായ അതുകൂടില്ല. അങ്ങനെയാണല്ലോ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം അതാണ്, കൊല്ലിയായൂർ കാഫിറും പറഞ്ഞപ്പോൾ ചരിത്രം അതാണ്. ഒക്കെ അതാണ്. ശിർക്കാണോ അതുമായിട്ട് ഒരു നിലക്കുള്ള സഹകരണത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു രീതിയെ ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. ബാക്കി കാര്യങ്ങളിൽ ഹിന്ദുക്കൾ, മുസ്ലിങ്ങളായ ആളുകൾ നബിക്ക് സഹാബികളായി ഉണ്ടായിട്ടുണ്ട്. യഹൂദികളായ മനുഷ്യന്മാര് നബിയുടെ അയൽവാസികളായി ജീവിച്ചിട്ടുണ്ട്. അത് വേറെ ജീവിത കഥ. പക്ഷേ ഈ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ രംഗത്ത് ഒരു വിട്ടുവീഴ്ചക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ചക്ക് സന്നദ്ധരാവാതിരിക്കുക എന്നുള്ളതും അതിനോട് യാത്ര പറയാം, സലാം പറയാമെന്നുള്ളതാണ് ആ പാഠം. സലാം പറയാന്ന് പറഞ്ഞാല് ശ്രമിക്കാൻ മാറ്റാനാവോ ഒരു ശ്രമം നടത്തി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവര് ശ്രമിച്ചിട്ടുണ്ടാവും, നമുക്ക് വ്യക്തമല്ല. പക്ഷെ ചിലപ്പോൾ സാധ്യത തീരെ കാണാതിരിക്കുമല്ലോ. ആ ഒരു സമയത്ത്
അതിനോട് സഹകരിക്കാനല്ല വിട്ടുനിൽക്കാനാണ്. ഇത് പലരും അവിടെ അങ്ങനെ വന്നോട്ടെ, ആ ചെറുക്ക അതിനോട് കൂടാണെന്നോട് പറഞ്ഞത്, പോരാണെന്നോട് പറഞ്ഞത്. അത് അമ്മോശാങ്കൾക്ക് ഇഷ്ടപ്പെട്ടാലും തിരക്കിടില്ല, അമ്മായിമ കൊടുത്താലും തിരക്കിടില്ല, ഉയാപ്പിളാന്ന് പറഞ്ഞ സാധനം പോലും തിരക്കിടില്ല, എന്തായാലും ഞാൻ തിരക്കിടില്ല. ചെറുക്ക ഞാൻ ആ വഴിക്കില്ല, അതാ ജീവിതം, അതാ ആദർശം. ഏതുകൾത്തുമൂഹമായ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ വന്നാൽ യൻസുറലക്കും റബ്ബുക്കും റഹ്മത്തി. ഇത് എവിടെയും പിടിക്കാമെന്ന് അള്ള ആർക്കാ റഹ്മത്ത് കൊടുക്കേണ്ടത്? കാര്യങ്ങൾ മനസ്സിലാവാത്തവൻ അള്ളാഹ്ക്ക് ഒരു ദയ കാണിക്കുക, കാരണം ഇവരിൽ കാണിക്കാൻ. ഇത് മനസ്സിലായിട്ടുകൊണ്ട് വിട്ടു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാലോ ഒരു വലിയ ശതമാനം ആളുകൾ ചിന്തയില് അത് സംഭവിച്ചുകൂടാ. ഏൽപ്പിച്ചാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനർത്ഥം കൂട്ടുകുടുംബം തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു പോവുക എന്നല്ലല്ലോ. ആദർശത്തിൽ ഇത് ശിർക്കാണ് ഒരു കാര്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിശ്വാസപരമായി തെറ്റായ ഒരു കാര്യമാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോട് സഹകരിക്കുന്ന രീതിയല്ല. ഒന്ന്. മറ്റൊരു കാര്യം പഠിക്കാനുള്ള എന്താ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസ ആദർശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പാലായനം. വെള്ളപ്പൊക്കം വന്നിട്ട് ഉരുൾപൊട്ടിയിട്ടുള്ള പാലായനമല്ല. സ്വന്തം വിശ്വാസ ആദർശങ്ങൾ സംരക്ഷിക്കാൻ താൻ താമസിക്കുന്ന ചുറ്റുപാടുകളും സമൂഹവും അനുകൂലമല്ല എന്ന് കാണുമ്പോൾ അനുകൂലമായ ഒരു സ്ഥലവും തേടി പോവാന്നുള്ളത് ഖുർആൻ പഠിപ്പിച്ചിരുന്ന ഒരു മര്യാദയാണ്. അമ്പിയാക്കന്മാരുടെ അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം അതാണ്. എത്യോപ്യയിലേക്ക് പാലായനം ചെയ്യാൻ വേണ്ടി സഹാബികളോട് പറയുമ്പോൾ നബി ചിന്തിക്കുന്ന ചിന്ത ഇതാണ്: ഈ ആളുകൾ കുറച്ചുപേര് വന്നിട്ടുണ്ട്, അവര് മക്കയിൽ ഇവിടെ നിന്നുകൊണ്ടെന്നാല് അവരെ സംരക്ഷിക്കാനും കഴിയില്ല, അവരെ വിശ്വാസം ഉറപ്പിച്ചു നിർത്താനും കഴിയാതെ വന്നെങ്കിലോ പൊയ്ക്കോളൂ നിങ്ങൾ. ഇവിടെ ആയത്തുകൾ പുതിയതിറങ്ങുന്നുണ്ട്, സാരല്ല, കിട്ടിയിടത്തോളം ആയത്തുകളുമായി നിങ്ങൾ പൊയ്ക്കോളൂ. അത് ആലോചിച്ച് നോക്കുക. ആ സമയം ഇവർ എത്യോപ്യയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പുതിയ ആയത്ത് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇത് പഠിക്കുമ്പോൾ എത്യോപ്യക്ക് എത്തിച്ചു കൊടുക്കാൻ സംവിധാനമൊന്നുമില്ല. സാരല്ല, കിട്ടിയിടത്തോളം ദീൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ബാക്കി കാര്യങ്ങൾ ഇനി തൗഫീഖുള്ള സമയത്ത് ചെയ്യാം, ഈ വിശ്വാസവുമായി രക്ഷപ്പെട്ടോളൂ, കടല് കടന്ന് രക്ഷപ്പെട്ടോളൂ. നമുക്കിത് എത്ര പറഞ്ഞാലും നമ്മളെല്ലാവരും നിങ്ങളെ നാട് വിട്ടു പോകണമെന്ന് ഒരാവശ്യം ഇരിക്കില്ല കേട്ടോ. നമ്മൾ പറയാം, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഞാൻ പറയുന്നത്, എത്ര പറഞ്ഞാലും നമ്മുടെ ആളുകൾക്ക് അവർ വളർന്നു വന്ന ആ ചുറ്റുപാട്, ആ പ്രദേശത്ത് നിന്ന് ആദർശം സംരക്ഷിക്കാൻ വേണ്ടി, വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി 1 കിലോമീറ്റർ അങ്ങോട്ടോ 5 കിലോമീറ്റർ ഇങ്ങോട്ടോ മാറാൻ പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയാത്തൊരു വിഭാഗമായിരിക്കും നമ്മൾ. അത് സംഭവിച്ചുകൂടല്ലോ. ഈ ആളുകൾ പോവാ ചെയ്യും. ഇനി എന്നാ തിരിച്ചു വരിക അറിയില്ല, തിരിച്ചു വന്നേക്കാമോ അറിയില്ല. പോവാം, ഈ വിശ്വാസം സംരക്ഷിക്കാൻ. അത് ഖുർആൻ നൽകുന്നൊരു പാഠാണ്. അവിടെ നമ്മൾ ഈ കാര്യം പഠിക്കുക, മാറ്റത്തിന് സാധ്യമാണോ എന്ന് പരമാവധി ശ്രമിക്കണം. 13 കൊല്ലം നബി കാത്തു നോക്കി മക്കക്കാരെ. ഇനി പരിഹാരമില്ലാന്ന് കണ്ടപ്പോഴാണ് നബി താവളം മാറ്റിയത്, മദീനയാവട്ടെ ഇനി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ പോകുന്ന സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളേറെ തുറസ്സുകൾ ലഭിച്ചുകൂടായില്ലല്ലോ. മക്കയിലെ കഷ്ടപ്പെട്ട സഹാബികൾക്ക് മദീനയിൽ എന്തോ ഒരു സ്നേഹ കിട്ടിയത്, എന്തോ ഒരു ബഹുമാന കിട്ടിയത്. മക്കയിൽ അവർക്ക് ഒരു ദിവസം സമാധാനമില്ലായിരുന്നു. മദീനയിൽ ഒരു സുഖിച്ചിട്ട് ബേജാറാകുന്നു. എന്താപ്പത്, ഞങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങൾ ആനുകൂല്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ചോളാം എന്ന് അങ്ങോട്ട് പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. ദിവസങ്ങൾ കൊണ്ട് മാറുന്നൊരു സാഹചര്യം വന്നല്ലോ. അപ്പൊ മുഴുവൻ കുടിയന്മാരാണ് അയൽവക്കത്തൊക്കെ. കുട്ടികളുള്ള പൂരപ്പാട്ട് തോന്നിയാസാണ് കേൾക്കുന്നത് ഏത് നേരത്തും. നമുക്കൊന്ന് ഖുർആൻ ഓതാനും വയ്യ, നിസ്കരിക്കാനും വയ്യ, യാതൊന്നിനും വയ്യ. എന്നാലും അവിടെ തന്നെ ഇങ്ങനെ വീടും കൂടിയിട്ട് നിൽക്കണോ? കുടിയന്മാരെ നിയന്ത്രിക്കാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ ഒരു കുടിയൻ കൂടി അവിടെ നിന്ന് കൂടിക്കോട്ടെ വിചാരിച്ച് മാറിക്കൊടുക്കുക, അല്ല എന്താ അത്രയും കഴിയും. എന്നുവെച്ചാല് അവർക്ക് അത് യോജിക്കുള്ളൂ. നമുക്ക് പറ്റാത്ത സ്ഥലമാണ്. എന്തിനാ പോകുന്നത്? ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല, സുഖിക്കാൻ വേണ്ടിയിട്ടല്ല, വിശ്വാസാദർശങ്ങൾ സമാധാനപരമായി കൊണ്ടു നടക്കാൻ സൗകര്യങ്ങൾ ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. ആ ഒരു പാഠം. ഇനി നിങ്ങൾ നോക്കൂ, ഇത്ര നേരം സംസാരിച്ചിട്ട് ഖുർആൻ കാലഘട്ടം പറഞ്ഞില്ല. ഇസ്രായേൽ സന്തതികളിലെ ഒരു കാലത്ത് അത് പറയാൻ പോയില്ല. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തിന് ശേഷം അങ്ങനെ പറഞ്ഞില്ല, ഒരിക്കലും പറഞ്ഞില്ല. കാലം ഏതാണ്, ഏത് കാലഘട്ടത്തിലാണ് ഇവരെന്ന് പറഞ്ഞില്ല. ഇനി പിന്നെ പ്രദേശം പറഞ്ഞു, ഏത് നാട്ടുകാരാന്ന് പറഞ്ഞു, ഇന്ന നാട്ടുകാർ അതും പറഞ്ഞില്ല. ഇതൊന്നും പറയാതെ അവർ സംസാരിക്കും. എന്തേ അങ്ങനെ? ഖുർആന് പ്രാധാന്യം നൽകുന്നത് ഇത് ഏത് നാട്ടിൽ സംഭവിച്ചു എന്നതിനും ഏത് കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നതിനേക്കാളേറെ എന്ത് പശ്ചാത്തലത്തിലും എന്ത് കാരണത്താലും ഇത് സംഭവിച്ചു എന്നതിന് ആണ് പ്രാധാന്യം നൽകുന്നത്. അത് പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവാന്നറിയോ? ഇത്രയൊന്നും ഖുർആനിൽ പറയാഞ്ഞിട്ട് തന്നെ എവിടെങ്ങാണ്ടോ ചില സൂചനകളൊക്കെ ഉള്ളതിന് മേലിൽ അഭിമാനം പറഞ്ഞുകൊണ്ട് ഇറക്കേണ്ട മനുഷ്യന്മാര്, ഞങ്ങളെ നാട് ഇതാ മനുഷ്യന്റെ ഒരുതരം ദുർബലത. ഈ നാട് ഇന്ന നാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുന്ന ഏതെങ്കിലും നാട്, എന്നിട്ട് ആ നാട്ടുകാരെ നിങ്ങൾ ഇവിടൊക്കെ കാണുന്നുണ്ടല്ലോ, ആ നാട്ടുകാരെ പെരുമാറ്റം എന്താവും നിങ്ങളോട്? സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. അവര് ഞങ്ങളെ നാട്ടിൽ പണ്ട് ഗുഹാവാസികൾ വന്ന നാടാടാ എന്നായിരിക്കും പെരുമാറ്റം.
അള്ള കാത്തതാ കൂട്ടരെ പറഞ്ഞില്ല. ആരും അങ്ങനെ ആ നാടിന്റെ മഹിമ പറഞ്ഞ് അഭിമാനിക്കണ്ട എന്ന് പറഞ്ഞ് അള്ളാഹു അവ്യക്തമാക്കി വെച്ചു. അല്ലെങ്കിൽ ഭയങ്കര ദുരഭിമാനം നടിക്കും മനുഷ്യന്മാര്. അതിലെ മർമ്മവും ജീവനും മറന്നിട്ട് അത് മറ്റൊരു നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്ന സാഹചര്യം വരും. അള്ള മനഃപൂർവ്വം ചെയ്യാതിരുന്നതാണ്, അത് പറയാതിരുന്നതാണ്. പിന്നെ അത് പഠിക്കേണ്ടത് അതിൽ വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. ചിന്ത അങ്ങോട്ട് പോകരുത്, ആ കാലം ഏതാണ് ഇതിനല്ല, അതിൽ എന്ത് പശ്ചാത്തലത്തിൽ പോവേണ്ടി വന്നു, വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പോവേണ്ടി വന്നു, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പോവേണ്ടി വന്നു. അവിടെയാണ് നിങ്ങളുടെ തല പോയി തറച്ചു നിൽക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്നാല് ഒരന്വേഷണം വിരോധിക്കപ്പെട്ടതാണോ ഇത്തരം കാര്യങ്ങളിൽ? അല്ല. ഇതിപ്പോ സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാം കടിച്ചെന്ന പഴത്തിനെ പറ്റി ചിന്തിക്കുന്ന മാതിരിയല്ല. ആ പഴം എന്താണെന്ന് അന്വേഷിച്ചാൽ എവിടുന്നും കിട്ടൂല. കാരണം അത് അന്വേഷിക്കാൻ മനുഷ്യൻ നിവൃത്തിയില്ല, എവിടെയും മാന്തി നോക്കാൻ നിവൃത്തിയില്ല. ആദം അലൈഹിസ്സലാം ആദ്യം ഈ ഭൂമിയിൽ വന്നിറങ്ങിയപ്പോൾ എവിടെയാണ് വന്നിറങ്ങിയത് എന്ന് അന്വേഷിക്കുന്നത് പോലെയല്ല. അത് നമുക്ക് അന്വേഷിച്ച ഒരു തലയും കിട്ടില്ല, എവിടെയാണെന്ന് ഒരു രേഖയും കിട്ടില്ല, ഏത് നാടാന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതുപോലത്തെ ഒരു വിഷയമല്ല ഇത്. അന്വേഷണം അടക്കപ്പെട്ടതല്ല, അന്വേഷിക്കാവുന്നതാണ്. കാരണം സൂചനകളുണ്ട് ഖുർആനിൽ അത്തരം കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാമെന്ന്. നമ്മളിങ്ങനെ വായിച്ചു പോവാം, അന്വേഷിക്കാമോ നോക്കുകയും ചെയ്യാം. അന്വേഷണം നടന്നു. ഖുർആനിൽ എവിടെയും ഇതിനെപ്പറ്റി പിന്നെയൊന്നും പറഞ്ഞില്ല. ആ സഹാബികൾ എന്തോ ഒരു മഹാന്മാരാണ്. ഒരിക്കൽ പോലും ആ പ്രവാചകരെ പോയി ശല്യപ്പെടുത്തിയില്ല. നബിയെ, ആ ഗുഹാവാസികൾ എവിടെയായിരുന്നു നബിയെ, ഒന്ന് പറഞ്ഞു തരൂ. അവർക്ക് കിട്ടിയ ആ ശിക്ഷണം ശ്രദ്ധിച്ചോ നിങ്ങൾ? ചോദിച്ചില്ല എന്ന് പറയാൻ കാരണം ചോദിച്ചിരുന്നെങ്കിൽ ഹദീസ് കാണും. നബി ദേഷ്യപ്പെട്ടു എന്നെങ്കിൽ ഒരു ഹദീസ് കാണും. ഒരു സംഭവം ഒരൊറ്റ ഹദീസ് പോലും ഈ വിഷയത്തിലില്ല. അതിന്റെ അർത്ഥം ഈ പറഞ്ഞതിനുപരിയായി നബി ഒന്നും ചൊല്ലിക്കൊടുത്തില്ല. ആ സഹാബികളോട് ഒരു കുട്ടി പോലും ചോദിച്ചില്ല. കാരണം അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പ്രവാചകൻ ചൊല്ലിത്തരുന്ന് പഠിച്ചു ജീവിച്ചോളൂ, ആവശ്യമുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരും, ഒന്നും ഞാൻ മാറ്റിവെക്കാറില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അവരെ. അതുകൊണ്ട് അവർക്ക് അത്ര മതി, ഞങ്ങൾക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അവർക്ക് ഇത്ര നിധി കിട്ടിയ മാതിരിയാണ്. ഞങ്ങളെ പൂർവികന്മാരാണില്ലേ, ആഹാ ഞങ്ങളെപ്പോലെ ജീവിച്ചവരല്ലേ, എന്നിട്ട് അള്ള സംരക്ഷിച്ചുല്ലേ, ഞങ്ങൾക്കും യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി, അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാക്കി തരും എന്നൊക്കെ ഇങ്ങനെ ആയത്തിറങ്ങിയപ്പോ, മക്കയിലാണല്ലോ ഈ ആയത്തിറങ്ങുന്നത്. ആ ഗുഹ ഇനിയും വിശാലമാവില്ല റഹ്മത്തൊക്കെ എന്നൊക്കെ അന്ന് ചൊല്ലിയിട്ട് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് അള്ളാന്റെ റഹ്മത്ത് ആ മനുഷ്യന്മാരെ മുന്നിൽ ഇങ്ങനെ തുറന്നു കാണാം. മക്കയിൽ നിന്ന് ഈ ആയത്തോതിയിട്ട് ഏതാനും മാസം കഴിഞ്ഞ് മദീനയിൽ ചെന്നിട്ട് ഓരിങ്ങനെ ഈ ആയത്തോതുമ്പോ, കഴിഞ്ഞ മാസം ഈ ആയത്തോതുമ്പോ നമ്മളെ അവസ്ഥ എന്താ, ഈ മാസം ആയത്തോതുമ്പോൾ നമ്മളെ അവസ്ഥ എന്താ, എത്ര പെട്ടെന്നാ പടച്ചവൻ അത് ചെയ്തു തന്നത് എന്നവർക്ക് ബോധ്യപ്പെട്ടു. ആ സുഖത്തിൽ അവർ നിന്നു. അതിനപ്പുറം ശല്യപ്പെടുത്താൻ പോയില്ല. ഒരൊറ്റ ഹദീസ് പോലും ഈ വിഷയത്തിലില്ല. നബി അവരെ ശല്യപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറിച്ചു നോക്കിയാൽ, ചരിത്രം പരിശോധിച്ചാൽ എവിടെയെങ്കിലും വല്ല രേഖകളും ഇതുമായി സംബന്ധിച്ച് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ ഒന്ന് രണ്ട് പരാമർശങ്ങൾ കാണുന്നുണ്ട്. ചരിത്രത്തിൽ, ഹദീസല്ല, ചരിത്രത്തിൽ എന്ന് പറയുമ്പോൾ അതിന്റെ പരമ്പരയും സനദും ശരിയാണോ തെറ്റാണോ അന്വേഷിക്കരുത്. കാരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തിപ്പെട്ട് പോവുക ചെയ്യാം. ശരിയാവാനുള്ള സാധ്യതയേക്കാളേറെ ശരിയല്ലാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഉണ്ടാവുക. ചരിത്രം ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു 3 സന്ദർഭങ്ങളിൽ ഗുഹാവാസികളുമായി, ഈ അസ്ഹാബുൽ കഹ്ഫ് താമസിച്ച പ്രദേശവുമായി സഹാബികൾ ബന്ധപ്പെട്ടതായി പറയുന്ന 3 റിപ്പോർട്ടുകൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഒന്ന്, ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റോമ ഭരണാധികാരികൾക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തും കൊടുത്തയച്ചപ്പോഴേ, ജിഹാദിന്റെ മുന്നോടിയായിട്ട് കത്തും കൊടുത്തയച്ചപ്പോഴേ, അദ്ദേഹം ഇന്ന് ജോർദാന്റെ ഭാഗത്തായി വരുന്ന ഒരു മലമ്പ്രദേശത്തുകൂടെ കടന്നുപോയി എന്നും, ആ പ്രദേശത്തുകൂടെ കടന്നുപോയപ്പോൾ അവിടെയുള്ള ഏതാനും തകർന്നു കിടക്കുന്ന ഗുഹയുടെയും മറ്റും അവശിഷ്ടങ്ങൾക്കരികിലൂടെ കടന്നു പോവുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞതായി, ഈ സഹാബി പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ രേഖപ്പെടുത്തി വെച്ചതായി ചരിത്രങ്ങളിൽ കാണുന്നു. നബിയല്ല, അവരിങ്ങനെ പോയപ്പോ, ഇങ്ങനെ കണ്ടപ്പോ ആ സ്ഥലത്തുകൂടെ, ജോർദാന്റെ ആ ഭാഗത്തുകൂടെ ഇങ്ങനെ കടന്നുപോകും കണ്ടതായിട്ട് ചരിത്രങ്ങളിൽ കാണുന്നു. മറ്റൊരു സന്ദർഭം ചരിത്രമാണ്. ഇതിന്റെ സിഹത്ത് എന്ന് പറഞ്ഞാല് ഹദീസുകൾ സഹിയാണ് ലൈഫാന്ന് പറയുന്ന പോലെ ഒരു അഭിപ്രായ പ്രകടനത്തിന് പോലും കഴിയില്ല. കാരണം അങ്ങനെ ഒരു പഠനം അതിനെപ്പറ്റി നടക്കപ്പെടാത്തതാണ്. ചരിത്രത്തിൽ എഴുതി വെച്ച വാചകങ്ങൾ മാത്രമാണ്. സാധ്യതകൾ കുറവാണ്, ശരിയാവാൻ അബദ്ധമാവാനാ കഴിവെന്ന് സാധ്യത എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, പിന്നെ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ കൂടെ ഈ ഭാഗത്തേക്ക് പടയോട്ടം നടത്തുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഏരിയ, ഈ നേരത്തെ പറഞ്ഞ ആ ഏരിയ തന്നെ, ജോർദാന്റെ ആ ഭാഗത്തുള്ള ആ ഏരിയയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ
ഞങ്ങൾക്ക് ആ ഭാഗത്തുള്ള ചില ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില ഒരു ഗുഹ ഉണ്ട് അപ്പുറത്തൊന്നും, അവിടെ കുറെ തകർന്ന ഒരു ദേവാലയത്തിന്റേതാണെന്ന് തോന്നുന്ന അവശിഷ്ടങ്ങൾ ഉണ്ടെന്നെല്ലാം കൂടിയൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളിൽ ചിലർ ആ ഗുഹയിലേക്ക് പോവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോ ഇബ്നു അബ്ബാസ് ഞങ്ങളെ തടഞ്ഞിട്ട് പറഞ്ഞു, ഖുർആനിലുണ്ട് കൂട്ടരെ, നിങ്ങളെക്കാൾ ഉത്തമനായ പ്രവാചകനോട് അള്ള പറയുന്നുണ്ട്, നീ എങ്ങാനും അവരെ നോക്കിയാൽ പേടിച്ചു പോറേണ്ടി വരുന്നൊക്കെയാണ് ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. നബിയെപ്പോലും അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ എത്തി നോക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ആ വഴിക്ക് പോയി നോക്കണ്ടടോ എന്ന് പറഞ്ഞ് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി ഞങ്ങളാരും അങ്ങോട്ട് പോവുകയും ചെയ്തില്ല. കടന്നു പോകുമ്പോൾ ഏതാണ്ട് തകർന്ന ഒരു ഗുഹയുടെയും മറ്റും അവശിഷ്ടങ്ങളുടെ ഭാഗത്തുകൂടെ കടന്നുപോയപ്പോഴേ അവിടെ എങ്ങാണ്ട് ഖുർആനിൽ പറഞ്ഞ ഗുഹാവാസികളോ മറ്റോ ആണോ എന്ന ഒരു കൗതുകത്താൽ അന്വേഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങിയപ്പോൾ ആ ജാതി അന്വേഷണത്തിന് നിങ്ങൾ പോകണ്ടടോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഇതും ശരിയായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ അറിയോ, ഖുർആനിൽ പറഞ്ഞ അത്തരം ഒരു സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കാനേ സഹാബികളുടെ സാധ്യതയുള്ളൂ. ഉദാഹരണ പോലുള്ളവരൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പോയി നോക്ക്, ഖുർആനിൽ പറയുന്നത് ഒക്കുന്നുണ്ടോ നോക്കാലോ, ശരിയാണല്ലോ എന്ന് പറയാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ ഇതിൽ പറയുന്നത് അദ്ദേഹം അങ്ങനെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയുന്നതാണ്. ഈ മറ്റൊരു സംഭവം ഇതുപോലെ തന്നെ ഇക്രിമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് ഇതുപോലെ പോയി എന്നും ആ സമയത്ത് ആ ഗുഹയ്ക്ക് സമീപത്ത് കടന്നു എന്നു എന്നെല്ലാം കൂടി പറയുന്ന റിപ്പോർട്ട്. ഞാൻ ഈ പറഞ്ഞോട് നിങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടില്ല. ഇത്ര മാത്രം. എന്താണെന്നറിയോ, ഹദീസിൽ എവിടെയും ഗുഹാവാസികളെ പറ്റിയൊരു വിവരമില്ല. ലോകത്തെവിടെയെങ്കിലും ഇത്തരം ഗുഹകൾ കണ്ടെത്തിയതായ വല്ല സംഭവങ്ങളുണ്ടോ, ചരിത്രങ്ങളുണ്ടോന്നാണ്. അതിപ്പോ നമ്മളൊക്കെ ചെയ്യേണ്ട ജോലിയാ. ഗുഹകൾ എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, എന്താണ് ഏതാണ് വിവരം എന്നുള്ളതിനെപ്പറ്റി. പ്രധാനമായിട്ട് ഒരു 3-4 സ്ഥലങ്ങളിലാണ് ഇതുവരെ മനുഷ്യൻ കുഴിച്ചു നോക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഗുഹകൾ, ഇങ്ങനെ മനുഷ്യരുടെ അവശേഷങ്ങളോ അവശിഷ്ടങ്ങളോ ഒക്കെ കിട്ടിയ ഈ തരത്തിൽപ്പെട്ട ഗുഹകൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ എല്ലാമുള്ളോ കിട്ടിയ ഒരു ചെറിയ പൊത്ത് കാണാത്തതിനെ പറ്റിയല്ല ഈ പറഞ്ഞത്. ഒരു പ്രത്യേക രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഗുഹയും അതിന്റെ സമീപത്ത് ദേവാലയമോ അങ്ങനെ എന്തെങ്കിലും തകർന്നു കിടക്കുകയും എല്ലാം കൂടി ചെയ്യുന്ന ഭാഗങ്ങൾ. ഒന്ന് മുസ്ലിം ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്, അതിലപ്പുറം ഒരു വിവരമുള്ളവനല്ല ഞാൻ, മുസ്ലിം ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്, യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ ഉപദ്വീപുകളുടെ ഭാഗത്ത് മനുഷ്യൻ കുഴിച്ചു നോക്കിയപ്പോൾ ഒരു വലിയ ഗുഹയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ഏതാണ്ട് 7ഓളം റോമൻ പടയാളികളുടെ, റോമക്കാരായ പണ്ടേ കാലത്തെ പടയാളികളുടെ അവശിഷ്ടങ്ങളാണെന്ന് മനുഷ്യന് നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിച്ച ഏതാനും ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്തതായിട്ട് ഒരു ഗുഹയുടെ ചിത്രം, ഒരു ഗുഹയുടെ ചരിത്രം മനുഷ്യന്റെ മുന്നിലുണ്ട്. അത് യൂറോപ്പിലാണ്, സ്കാൻഡിനേവിയൻ ഉപദ്വീപുകളുടെ ഭാഗത്താണ് ഒന്ന്. മറ്റൊന്ന് മനുഷ്യൻ കണ്ടെത്തിയത് തുർക്കിയില്, ഇന്ന് തുർക്കിയുടെ ഭാഗത്തുള്ള എഫ്സോസ് എന്ന് പറയുന്ന സ്ഥലത്ത്, എഫ്സോസ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു ഗുഹയും അതിന് സമീപത്ത് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും എല്ലാം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അവിടുന്ന് ചില പഴയ നാണയങ്ങളും മറ്റൊക്കെ അതിനോട് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തില് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ മുഴുക്കയും അഭിപ്രായപ്പെട്ടിരുന്നത് ഈ ഗുഹാവാസികൾ ഉണ്ടായിരുന്നത് ഈ തുർക്കിയിലെ എഫ്സൂസ് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു എന്നും അവിടെ കാണപ്പെട്ട ആ ഗുഹയാണ് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്നുമാണ് ഖുർആൻ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞതും ഖുർആൻ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും പൊതുവെ അഭിപ്രായപ്പെട്ടു വന്നിരുന്നു. പക്ഷെ അന്നും അവിടെ ചില ചിന്തകന്മാരായ ആളുകൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. തുർക്കിയും അറേബ്യയും തമ്മിൽ പഴയ കാലം മുതൽക്ക് തന്നെ നല്ല ബന്ധങ്ങളല്ല. നല്ല എന്ന് പറഞ്ഞാൽ പരസ്പരം പോക്കുവരവിന്റെ ബന്ധങ്ങളില്ല. കച്ചവട യാത്രക്കും മറ്റുമൊക്കെ ആയിട്ടാണ് രാഷ്ട്രീയകരമായ കാര്യങ്ങളല്ല പറയുന്നത്. ആ നിലക്ക് ഇവർക്ക് വാണിജ്യപരമായിട്ട് യാത്രയുമായിട്ട് ബന്ധപ്പെടാതെ കിടക്കുന്ന തുർക്കിയിൽ നടന്ന ഒരു ചരിത്ര സംഭവത്തിന് മക്കയിൽ അത്ര വലിയ പ്രചാരം കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ എന്ന് ഈ ചർച്ചകൾ മുസ്ലിം ലോകത്ത് നടക്കുമ്പോൾ തന്നെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് വ്യക്തമുണ്ടല്ലോ. തുർക്കിയാണെന്നതാണ് അടുത്ത കാലം വരെ മുസ്ലിം ലോകത്തിന്റെ ചിന്ത. തുർക്കിയിലെ എഫ്സൂസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇതുപോലെ കുഴിച്ചു നോക്കിയപ്പോൾ ഒരു ഗുഹയും അവശിഷ്ടങ്ങളും കണ്ടതിനെ പറ്റി. അപ്പൊ അത് വിശ്വസിച്ചിരുന്ന ആളുകൾ വിശ്വസിച്ചിരുന്ന അങ്ങനെ ചിന്തിച്ചിരുന്നു. അങ്ങനെ ചിന്തിച്ചു വരികയാണെങ്കിൽ അതിന്റെ കാലഘട്ടം പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഈസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ യഹൂദികളായ ആളുകൾ വിഗ്രഹാരാധകന്മാരായ ചില ഭരണാധികാരികൾ ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചപ്പോൾ അവർ രക്ഷപ്പെട്ട ചരിത്രവുമായിട്ടാണ് ബന്ധപ്പെട്ട് വരിക. അതാണ് രണ്ടാമത്തെ ഒരു ഗുഹ കണ്ടുപിടിക്കപ്പെടുന്നത്. മൂന്നാമതൊരു ചരിത്രത്തിൽ പൊതുവെ പരാമർശിക്കപ്പെട്ട് കാണുന്ന ഒരു ഗുഹ, ഇപ്പോഴുമുള്ള ഒരു ഗുഹ,
ഡമസ്കസിന്റെ സമീപത്ത് ഏതാനും കിലോമീറ്ററുകൾക്കുള്ളില് സിറിയയിൽ ഡമസ്കസിന്റെ സമീപത്ത് പുണ്യ ഗുഹകൾ എന്ന് വിളിക്കപ്പെടുന്ന കുഹൂഫ് മുഖദ്ദസ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ഗുഹകളുണ്ട്. ഖാസിയൂൻ എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. അവിടെ ചെറിയ മലയാണ് ഖാസിയൂൻ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ സമീപത്ത് ഡമസ്കസ് സിറ്റിയുടെ സമീപത്തായിട്ട് ഒരു കൂട്ടം ഗുഹകൾ ഈ വിധത്തിലുള്ളതുണ്ട്. അതാണ് പിന്നീട് മനുഷ്യർക്ക് വസിക്കാനൊക്കെ ശവശരീരങ്ങളും അവശിഷ്ടങ്ങളൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു തകർന്നു കിടക്കുന്ന ഒരു ഗുഹയുടെ അവശിഷ്ടങ്ങളായിട്ട് കണ്ടുകിട്ടിയത് അവിടെയാണ്. 3 പറഞ്ഞു ഞാൻ. 4-മതൊന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ ജോർഡാനിൽ അമ്മാന്റെ തലസ്ഥാനമായ അമ്മാന്റെ സമീപത്ത് ഏതാണ്ട് 7 കിലോമീറ്ററോളം തെക്കു ഭാഗത്തായിട്ട് ഒരു പ്രദേശമുണ്ട്, ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമപ്രദേശത്തിന് അവർ വിളിക്കുന്ന പേര് റജീബ് എന്നാണ്. ആ സ്ഥലത്തിന്റെ ഇന്നത്തെ പേര് റജീബ്. ആ ഗ്രാമവാസികൾ തന്നെ ആ സ്ഥലത്തിന്റെ പേര് ചിലപ്പോഴും പറയാറ് റഖീബ് എന്നാണ്. റഖീബ് നമ്മൾ നേരത്തെ കണ്ടു സ്ഥലത്തിന്റെ പേര് റഖീം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഉപയോഗിച്ചത്. അപ്പോ കാഫ് സാധാരണ നാടൻ നമ്മാര് സംസാരിക്കുമ്പോൾ ജീമാക്കി മാറ്റുക എന്നുള്ളത് ഇവരുടെ രീതിയാണ്. കാഫ് പറയേണ്ടടുത്ത് ഫരീഖ് പറയാറില്ല. സ്ഥലപ്പേര് ഫരീഖ് അബ്ദുൽ അസീസ്, ഫരീഖ് മഹമ്മൂദ് എന്നൊക്കെ പറയാൻ സാധാരണ കണ്ടില്ല. അത് ഫരീജാക്കിയില്ലേ? കാഫാണ് അസൽ, പറയുമ്പോ എന്താക്കി ഫരീജാക്കി. നിങ്ങൾക്ക് അനുഭവം ഉണ്ടത്. ഇതുപോലെ കാഫ് സംസാരത്തിൽ ജായാക്കി മാറ്റുക അറബി ശൈലിയിലൊരു രീതിയാണ്. അതുപോലെ മാ പലപ്പോഴും ബായാക്കി മാറ്റുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ റഖീം തന്നെ ആയിരിക്കണം അമ്മാന്റെ ഭാഗത്ത് ഒരു 7 കിലോമീറ്റർ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ന് ആ ഗ്രാമക്കാർ അതിന് വിളിക്കുന്ന റജീബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റഖീബ് എന്ന് വിളിക്കുന്ന ആ പ്രദേശം എന്നതാണ് പിന്നെ ഒരു നിഗമനം. ആ പ്രദേശത്തിന്റെ പേരുകൊണ്ട് മാത്രമല്ല, അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ഈ അർത്ഥത്തിലുള്ള വിശാലമായ ഒരു ഗുഹയും അതിന്റെ സമീപത്ത് തകർന്നു കിടക്കുന്ന ഒരു പള്ളിയുടെ അവശിഷ്ടവും കണ്ടുകിട്ടാൻ സാധിച്ചിട്ടുണ്ട്. പള്ളിയുടെ അവശിഷ്ടം അത് പറയാൻ കാരണം പിന്നെ പള്ളി മസ്ജിദ് എന്ന അർത്ഥത്തിന് അത്രയേ ഉള്ളൂ. മറ്റു നമ്മൾ ഉദ്ദേശിക്കുന്ന മിഹ്റാബ് എല്ലാം കൂടി അർത്ഥത്തിലല്ല, ഒരു ദേവാലയത്തിന് അവശിഷ്ടങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി തുർക്കിയിൽ കണ്ടുപെട്ട എഫ്സൂസ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആ ഗുഹയുടെ കടപ്പും ആ ഭാഗങ്ങളും എല്ലാം കൂടി അതും ഈ അമ്മാന്റെ ഭാഗത്ത് ജോർഡാന്റെ ഭാഗത്ത് ഇന്ന് ജോർഡാനിലുള്ള ആ ഭാഗത്തുള്ള കണ്ടുകിട്ടിയ ഗുഹയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഖുർആനിൽ ഇനി പറയാൻ പോകുന്ന ആ ഗുഹയുടെ വിശദീകരണങ്ങളുണ്ട്. അതുമായി ഏറെക്കുറെ യോജിക്കുന്നത് തുർക്കിയിലെ എഫ്സൂസ് നഗരത്തിൽ ഗ്രാമത്തിൽ കണ്ടുകിട്ടിയ ഗുഹയേക്കാളേറെ ജോർഡാന്റെ ഭാഗത്ത് കണ്ടുകിട്ടിയ ഈ ഗുഹകളോടാണ് സാദൃശ്യമുള്ളത് എന്നതാണ് മുസ്ലിം ചരിത്രകാരന്മാർ ഇപ്പോൾ പറയുന്ന പിന്തുണക്കുന്ന അഭിപ്രായം. ആ നിലയ്ക്ക് ഗുഹാവാസികൾ ജീവിച്ചിരുന്നത് ജോർഡാനിലെ അമ്മാനിന്റെ ഏതാണ്ട് 7 കിലോമീറ്റർ തെക്കുവശത്തായി ഇന്ന് റജീബ് എന്നോ റഖീബ് എന്നോ വിളിക്കുന്ന ആ പ്രദേശത്തായിരിക്കാം എന്നതിടത്താണ് മുസ്ലിം ഗവേഷകന്മാർ എത്തി നിൽക്കുന്ന അഭിപ്രായം. ഇത് അവസാന വാക്കല്ല. എന്നുവെച്ചാല് ഏതാണ്ട് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതിനോട് സാദൃശ്യമുള്ള ഏതാണ്ട് ഒത്തിണങ്ങുന്ന ഒരു വിശദീകരണവും വന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളതും ആ കാലഘട്ടത്തിൽ ലഭിക്കാവുന്നിടത്തോളമുള്ള പഠനങ്ങൾ വെച്ചുകൊണ്ട് പിന്നെ അങ്ങനെയാണെന്നൊരു സ്ഥിരീകരണവും നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ നാം ജീവിച്ചിരിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സമയത്തോ കുറെ കൂടി വിശാലമായ പഠനങ്ങൾ മറ്റെവിടെയെങ്കിലും നടത്തപ്പെടുകയും ഇതിന് കുറെ കൂടി ശക്തി നൽകുന്ന തെളിവുകൾ നൽകുന്ന പിന്തുണക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 1953 ഈ ജോർഡാന്റെ ഭാഗത്തുള്ള ഈ പ്രദേശമായിരിക്കാം സാധ്യത എന്ന് പറയുന്ന അഭിപ്രായം മുസ്ലിം ലോകത്ത് ആദ്യം വന്നത്. അവിടെ തുടങ്ങിയിട്ട് പിന്നെ 63 മുതൽ 73 വരെ 10 വർഷ കാലഘട്ടം ആ പ്രദേശത്ത് ഉത്ഖനനം നടന്നു. റാബിറ്റയുടെയും എല്ലാം സഹായത്തോടുകൂടി എല്ലാവരും കൂടി സഹകരിച്ചിട്ട് അവിടെ കുഴിച്ചു നോക്കി. അങ്ങനെയാണ് അവിടെ ഒരു ഗുഹയുടെ പിന്നെ പള്ളിയാണെന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്തിന്റെ എല്ലാം കൂടി അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും മറ്റും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്ര ചുരുക്കുക. ഇന്ന് മുസ്ലിം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഗുഹാവാസികൾ ജീവിച്ചിരുന്നത് ജോർഡാനിലെ അമ്മാന്റെ തെക്ക് ഭാഗത്തായിട്ട് വരുന്ന 7 കിലോമീറ്റർ തെക്ക് വശത്തായിട്ട് വരുന്ന ഇന്ന് റഖീബ് എന്നോ റജീബ് എന്നോ വിളിക്കപ്പെടുന്ന ആ ഗ്രാമപ്രദേശത്തായിരുന്നു എന്നിടത്താണ് മുസ്ലിം ചിന്തകന്മാർ നിൽക്കുന്നത്. ഒരു മനുഷ്യത് പറ്റാണ് നിശ്ചയിച്ച് നിൽക്കുക, ഒരു കുഴപ്പം വരാനില്ല. അത്രയേ കാര്യത്തിലുള്ളൂ. സാധ്യതകളുണ്ട്. പക്ഷെ ഏതായിരുന്നാലും ഖുർആന്റെ അനുയായികളായ നമുക്കൊരു അഭിമാനത്തിന് വകണ്ട്. അങ്ങനെ സംഗതി തീരെ കണ്ടുപിടിക്കപ്പെടാതെ പോയിട്ടില്ലല്ലോ. ആളുകൾക്ക് അന്വേഷണ താല്പര്യം നൽകുകയും അന്വേഷിക്കാൻ സൗകര്യം നൽകുകയും ചെയ്തുകൊണ്ട് ആ കാര്യം ഇനിയും ബാക്കി നിൽക്കും. പഠനങ്ങൾ പുതിയത് വരുന്നു, ആ കാര്യത്തെപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സത്യം. അതിനെപ്പറ്റി പറയാനുള്ളത്. ബാക്കി അതിപ്പോ പിന്നെ
ആ ഉദ്ദേശം മുസ്ലിം ഈ ഖുർആൻ തഫ്സീറുകളിൽ മുഴുവൻ എല്ലാം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളിൽപ്പെട്ട ചില ഭരണാധികാരികൾ ആ ക്രിസ്ത്യാനികൾപ്പെട്ട ചിലരെ വിഗ്രഹാരാധനയ്ക്ക് നിർബന്ധിച്ചപ്പോഴാണ് ഈ ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നത് എന്നിടത്തേക്കാണ്. എന്നാൽ ഈജിപ്തിൽ നടങ്ങുന്ന അൽ മുന്തഖബിന്റെ തഫ്സീർ എന്ന് പറയുന്ന തഫ്സീറിൽ അതൊരു വ്യക്തി എഴുതിയതല്ല, ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇരുന്നിട്ട് എല്ലാ തഫ്സീറുകളും കൂടി പഠിച്ചിട്ട് ചരിത്രവും മറ്റ് വിജ്ഞാനങ്ങളും എടുത്തു വെച്ച് എഴുതിയ ഒരു വാല്യം മാത്രമുള്ള ഖുർആൻ തഫ്സീറുണ്ട്. അതിൽ ആ പണ്ഡിത കൂട്ടം അവർ അഭിപ്രായപ്പെടുന്നത് ഇത് യഹൂദികളിൽ സംഭവിച്ച ഒരു കാര്യമാണ്, യേശുവിന് മുമ്പായി സംഭവിച്ചൊരു കാര്യമാണ്. ഈ രണ്ടഭിപ്രായം നിലനിൽക്കുന്നു. അതിപ്പോ ഏതാണെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഈ പ്രദേശമാകുമ്പോൾ ഈ കണ്ടെടുത്ത പ്രദേശമാണെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള കാലഘട്ടത്തെ പറ്റി മടങ്ങുന്നുള്ളൂ. അപ്പൊ ഖുർആൻ തഫ്സീറുകൾ മുഴുക്കെ പറഞ്ഞിരിക്കുന്നത് അത് യേശു ക്രിസ്ത്യാനികളിൽ സംഭവിച്ച ഈ പോയ ആളുകൾ അപ്പൊ ക്രിസ്ത്യാനികളായിരിക്കുന്ന. എന്നാൽ ഈ മുന്തഖബ് എന്ന് പറയുന്ന ഈ തഫ്സീർ മാത്രം, ഈ തഫ്സീർ എന്ന് പറയുമ്പോൾ ഒരാളല്ല, ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ രചനയാണ് ആ ഖുർആൻ തഫ്സീറിന്റെ രേഖ. ശാസ്ത്രീയ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് എല്ലാം കൂടി എടുത്തുള്ള ഒരു സമർത്ഥമായ ഗ്രന്ഥമാണ്, തെറ്റിദ്ധാരണൊന്നും വേണ്ട. അവരഭിപ്രായപ്പെടുന്നത് ഇത് യഹൂദികൾ സംഭവിക്കാനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തിനാ അങ്ങനെ ഖുർആൻ കുറെ കാര്യങ്ങൾ ബാക്കി വെച്ചത്? അല്ലെങ്കിൽ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതെല്ലാം കൂടി തെളിയിക്കപ്പെട്ട് ഇതെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹാവാസികൾ ഇന്നടുത്ത് കഴിഞ്ഞല്ലോ, ഇനിയും ആളുകൾ ആ വിഷയം സംസാരിക്കും. നാളെയും മറ്റന്നാളും ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ച് കേൾക്കുമ്പോൾ വീണ്ടും അതിന്റെ കൗതുകവും മറ്റും ബാക്കി നിൽക്കും. കൗതുകമുള്ള വശങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുതരാം. ആയത്ത് നോക്ക് ബാക്കി സമയം. 17-ാമത്തെ ആയത്ത്. വത്തറശംസ, നിനക്ക് സൂര്യനെ കാണാം, ഇതാ തലവത്, അത് ഉദിച്ചു വരുമ്പോ, തസാവറു അൻ കൈഫിയും, അവരുടെ ഗുഹയിൽ നിന്ന് മാറിപ്പോകുന്നതായി, ലാത്തൽ യമീൻ, വലതു ഭാഗത്തേക്ക് മാറിപ്പോകുന്നതായി കാണാം. വൈദാ ഖറബത്, അസ്തമിക്കുമ്പോൾ, തഖരിബുഹും, അത് അവരെ മുറിച്ചു കടക്കുന്നു, വിട്ടുകടക്കുന്നു, ലാത്ത ഷിമാൽ, എന്നിട്ട് ഇടതു ഭാഗത്തേക്ക് പോവുകയും ചെയ്യുന്നു. അവരെയും മുറിച്ചു കടന്ന് സൂര്യപ്രകാശം ഇടതു ഭാഗത്തേക്ക് നീങ്ങുന്നതായി കാണാം. അവരാണെങ്കിൽ ഫി ഫജ്വത്തിൽ, ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ്, ഒഴിഞ്ഞ വിശാലമായ സ്ഥലം എന്നാണ് ഫജ്വ എന്ന് പറഞ്ഞാൽ. മിൻഹു, അതില് ആ ഗുഹയിൽ നിന്ന് ഒരൊഴിഞ്ഞ വിശാലമായ ഒരു സ്ഥലത്താണ് ഇവർ കിടക്കുന്നത്. ഒരിക്കലും നേരിട്ട് സൂര്യപ്രകാശം അവർക്ക് തട്ടുന്നില്ല. ലാലിക്കും ഇന്ന് ആയാത്തില്ല, ഇത് നിന്റെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. മൈ യഹിദില്ല, ആർക്കെങ്കിലും അള്ളാഹു സന്മാർഗം നൽകിയാൽ ഫഹുവൽ മുഹ്തദി, അവനാണ് യഥാർത്ഥത്തിൽ സന്മാർഗിയായത്. വമൻ യുദ്ലിൽ, ആരെങ്കിലും അള്ളാഹു ദുർമാർഗത്തിലാക്കിയാൽ ഫലം തജിദ് ലഹു വലിയ മുർഷിദ, അവന് സന്മാർഗം നൽകുന്ന ഒരു രക്ഷാധികാരിയെ നിനക്ക് കാണാൻ കഴിയില്ല. അതിലിപ്പോ പുതിയ വാക്ക് ഫജ്വ എന്നുള്ള വാക്ക് ഓർമ്മിക്കുക, ഒഴിഞ്ഞ സ്ഥലം, വിശാലമായ സ്ഥലം എന്നൊക്കെയാണ്. തസാവറ എന്ന് പറഞ്ഞാൽ ചാഞ്ഞ് ചെരിഞ്ഞ് പോവാന്നാണ്. സൂര്യൻ പോവാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സൂര്യരശ്മികളാണെന്നുള്ളത് ഇപ്പൊ വ്യക്തമാണല്ലോ. അപ്പൊ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യരശ്മികൾ അവരുടെ ഗുഹയിൽ നിന്ന് തെറ്റിയിട്ട് വലതു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിപ്പോകുന്നതായി കാണാം. നേർക്ക് നേരെ ഗുഹക്കുള്ളിൽ പതിക്കുന്നില്ല. അസ്തമിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്, അവരെയും വിട്ടുകടന്ന് ഇടതു ഭാഗത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒഴിഞ്ഞ സ്ഥലത്താണ് കിടക്കുന്നത്. തഹസബും, നീ അവരെ കരുതും, ഐക്കാദൻ, ഉണർന്നിരിക്കുന്നവരായിട്ട്. യക്ല് ഐക്കാദ്, അവർ ഉണർന്നിരിക്കുന്നവരാണെന്ന് നിനക്ക് തോന്നും. വഹും, അവർ റുഖൂദുൻ, ഉറങ്ങിയവരാണ്. റഖദ എന്ന വാക്കിന് നാമ എന്ന അതേ അർത്ഥമാണുള്ളത്, ഉറങ്ങാന്നാണ്. വഹും റുഖൂദുൻ, അവർ ഉറങ്ങിയവരാണ്, ഉറങ്ങുന്നവരാണ്. നുഖല്ലിബുഹും, നാം അവരെ മറിച്ച് കിടത്തുന്നുണ്ട്, മറിച്ചിടുന്നുണ്ട്. ലാത്തിൽ യമീൻ, വലത്തോട്ടും, വലാത്ത ഷിമാൽ, ഇടത്തോട്ടും. നാം അവരെ ഇടത്തോട്ടും വലത്തോട്ടും മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് അവർ കുറെ സമയം ഇടത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്നുണ്ട്, കുറെ സമയം വലത്തോട്ടും ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പൊ കെൽബുഹും, അവരുടെ നായ, ബാസിത്തുൻ, നീട്ടിവെച്ചിരിക്കുകയാണ്, ജിറാഇഹി, അതിന്റെ കൈകൾ, ബിൽ വസീദി, ഗുഹാമുഖത്ത്. വസീദ് ഗുഹയുടെ മുൻഭാഗം, ജിറാ എന്ന് പറയുന്നത് കൈയുടെ മുട്ട് മുതൽ ഈ ഭാഗം വരെയുള്ളതിനാണ് ജിറാ എന്ന് പറയാം, കൈമുഴം. അപ്പൊ ഉദ്ദേശിക്കുന്നത് കൈകൾ എന്നാണ്. നായ അതിന്റെ കൈകൾ നിവർത്തി കിടക്കുകയാണ് ആ ഗുഹാമുഖത്ത്. ലവിത്തലഴുത്ത, പാളി നോക്കുക, എത്തി നോക്കുക എന്നൊക്കെയാണ് ഇത്തല എന്നുള്ള വാക്കിന്റെ അർത്ഥം. ലവിത്തലഴുത്ത,
നീ എത്തി നോക്കിയാൽ, പാളി നോക്കിയാൽ, അലൈഹിം അവരെ നേരെ ഒന്ന് എത്തി നോക്കിയാൽ, വല്ലൈത്ത നീ പിന്തിരിയും, മിന്നും അവരിൽ നിന്ന് ഫിറാറൻ ഓടിക്കൊണ്ട് പിന്തിരിയും, നീ അവരിൽ നിന്ന് ഓടി പിൻവാങ്ങും. പല മുലീത്ത നിറയും, മിന്നും അവര് കാരണമായിട്ട് റോബ ഭയം നിറയുകയും ചെയ്യും. മുലീത്ത എന്ന് പറഞ്ഞാല് മല എന്ന വാക്കിന് നിറക്കുക എന്നാണ് അർത്ഥം. മുലീത്ത എന്ന് പറഞ്ഞാൽ നീ നിറക്കപ്പെടും എന്ന് പറഞ്ഞാൽ, മുലീത്ത റോബൻ എന്ന് പറഞ്ഞാല് ഭയം കൊണ്ട് നിറക്കപ്പെടും, ആകെ ഭയപ്പെട്ടു പോകുന്നു. അപ്പൊ അവർ ഉണർന്നിരിക്കുകയാണെന്ന് നിനക്ക് തോന്നും, പക്ഷെ അവർ ഉണർന്നിരിക്കുകയാണ്. അവർ ഇടത്തോട്ടും വലത്തോട്ടും ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. അവരുടെ നായ ആ ഗുഹാമുഖത്ത് കൈകൾ നീട്ടി കിടക്കുന്നുണ്ട്. നീ എങ്ങാനും അവരിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ പേടികൊണ്ട് നീ പിന്തിരിഞ്ഞോടും, നിനക്കാകെ ഭയം നിറയുകയും ചെയ്യും. ആ ഒരു നിലക്കാണ് അവർ കിടക്കുന്നത്. ഈ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കണ്ടാൽ അറിയാം, ആ ഗുഹ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം, ഒരു തെളിവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോ മനുഷ്യർ ഇതുവരെ കണ്ടെത്തിയ കൂട്ടത്തിൽ ഏതാണ്ട് അതിനോട് സാമ്യതയുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ജോർഡാനിൽ അമ്മാന്റെ സമീപത്തായി നിൽക്കുന്ന റഖീബ് എന്ന ആളുകൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, റജീബ് എന്ന ആളുകൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് കണ്ടു കാണപ്പെട്ട ഒരു ഗുഹയാണ് ഇത് എന്നാണ് മുസ്ലിം ചിന്തകന്മാർ, ഗവേഷകന്മാർ ഏതാണ്ട് നിൽക്കുന്നത്. ഏതാണ്ട് കണ്ടെത്തിയതിൽ വെച്ച് ഖുർആന്റെ വിശദീകരണങ്ങളോട് യോജിക്കുന്ന ഒരു ഭാഗമെന്നല്ല. പക്ഷെ അതൊരു അന്തിമ വാക്കാണെന്ന് കണ്ടിട്ട് പിന്നെ ഇരിക്കേണ്ടതില്ല. ഇനിയും അന്വേഷണങ്ങൾ നടക്കുകയും ഈ അള്ളാഹു പറഞ്ഞ വിധത്തിലൊരായത്ത്, അതായത് സൂര്യന്റെ 365 ദിവസത്തെ ചലനം നോക്കിയിരുന്നാലും സൂര്യപ്രകാശം നേർക്കുനേരെ അവരിലേക്ക് തട്ടാതിരിക്കുകയും അതോടൊപ്പം പ്രകാശം ഇല്ലാതെ ബുദ്ധിമുട്ടാതിരിക്കുകയും ചെയ്യാം. ജീവിക്കണം, ഈ മനുഷ്യന്മാരെ ജീവിച്ചിരിക്കുന്നവരാ. അപ്പൊ തീരെ സൂര്യപ്രകാശത്തിന്റെ അംശങ്ങൾ, കിരണങ്ങൾ ലഭിക്കാതിരുന്ന ദോഷകരമാണ്. ആ നിലക്ക് വളരെ സൂക്ഷ്മവും ശ്രദ്ധേയമായി ഉണ്ടാക്കപ്പെട്ട ഒരു ഗുഹ, അങ്ങനെ വല്ലതും ഇനിയും കണ്ടുപിടിക്കാനുള്ള സാധ്യതകളെപ്പറ്റി ചിന്ത ബാക്കി വെച്ചേക്കുക എന്ന് മാത്രമേ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞു വന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആയത്തുകൊണ്ട് പഠിക്കാനുള്ള കാര്യം എന്താ? കഥ കേൾക്കല്ലോ നമ്മൾ. ഇപ്പോ ഖുർആൻ അവരെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളോട് ഇവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താ? ഈ 3 ആയത്തുകളിൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. ഈ 3 ആയത്തുകളിൽ അള്ളാഹു എന്താണ് വിശദീകരിച്ചു തരുന്നത് നമുക്ക് അവരെ പറ്റി? അവരെ നമുക്ക് പരിചയപ്പെടുത്തി തരാണല്ലോ. ഇത്രയും കാലം ആ ആളുകൾക്ക് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ, ഉപദ്രവങ്ങളൊന്നും കൂടാതെ ആ ഗുഹയിൽ എങ്ങനെ ഉറങ്ങാൻ സാധിച്ചു? അവരെങ്ങനെ ആരോഗ്യം നഷ്ടപ്പെടാതെ ഈ ആളുകളവിടെ ബാക്കിയായി? ഇതിനുത്തരം നൽകുകയാണ് ഈ 3 ആയത്തുകൾ. കാരണം ഖുർആൻ അത് പറയാതിരുന്നാല് ആളുകൾക്ക് ആ ഒരു സംശയം ബാക്കിയുണ്ടോ? ബുദ്ധിയുള്ള മനുഷ്യന്മാരോടാണ് സംസാരിക്കുന്നത് ഖുർആൻ. കഥ കേട്ടിട്ട്, ഐതിഹ്യങ്ങൾ കേട്ടിട്ട് തലകുലിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് മനുഷ്യന് ബോധ്യപ്പെടണം. എങ്ങനെ ഈ ഗുഹാവാസികൾ 100-300 വർഷം മറ്റാരുടെയും ദ്രോഹങ്ങളോ ശല്യങ്ങളോ ഏൽക്കേണ്ടി വരാതെ, മറ്റ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, മരിക്കേണ്ടി വരാതെ എങ്ങനെ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞു, ഇവിടെ ഉറങ്ങിക്കിടക്കാൻ കഴിഞ്ഞു? അതിനുള്ള മറുപടി ആ ഖുർആൻ ഈ പറഞ്ഞു. ആ ഗുഹ ഒരു പ്രത്യേക വിധത്തിലുള്ളതായിരുന്നു. ആരോഗ്യപരമായി ആ ആളുകൾക്ക് ദോഷം വരാത്ത വിധത്തിലുള്ളതായിരുന്നു ആ ഗുഹ. ആ ഗുഹക്കകത്ത് വിശാലമായ ഒരു സ്ഥലത്താണ് അവരുണ്ടായിരുന്നത്. ഒരിടത്തേക്ക് മാത്രമല്ല അവർ കിടന്നിരുന്നത്, ഉറക്കത്തിൽ സാധാരണ സംഭവിക്കാറുള്ള മാതിരി തിരിഞ്ഞും മറിഞ്ഞും കിടക്കാറുണ്ടായിരുന്നു അവർ. ആരോഗ്യപരമായി അവർക്ക് ദോഷം വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല ഒന്നതാണ്. മറ്റൊന്ന് പറഞ്ഞത് പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് ഇവരെ ശല്യപ്പെടുത്താനുള്ള സാധ്യതകളെ പറ്റിയാണ്. ഒരു ഗുഹയുടെ മുഖത്ത് ഒരു നായ, ജീവനുള്ളൊരു നായയായി തോന്നിക്കൊണ്ട് നാവ് നീട്ടി കിടക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ശല്യപ്പെടുത്താനുള്ള സാധ്യതകൾ കുറയും. അതാണ് ഒരു കാരണം. മൂന്നാമതൊന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്, ഉറങ്ങിക്കിടക്കുന്നവരായിട്ടല്ല അവരെ നിങ്ങൾക്ക് തോന്നുക, ഉണർന്നിരിക്കുന്നവരായിട്ടാണ്. അപ്പൊ ഏറ്റവും മിനിമം കണ്ണ് തുറന്നെങ്കിലും ഇരിക്കണം. അപ്പൊ ആരെങ്കിലും അവിടെ പോയി നോക്കാൻ ശ്രമിച്ചാൽ തന്നെ ഗുഹക്കകത്ത് ഏതാനും ആളുകൾ കിടന്നുകൊണ്ട് വർത്തമാനം പറയുന്ന പോലെയോ അവർ ഉണർന്നിരുന്നു കൊണ്ടിരിക്കുന്ന ഒരു ഭാവത്തിലേ തോന്നുകയുള്ളൂ. അതിൽ കവിഞ്ഞ് ഒരു പടി കൂടി ഖുർആൻ പറയുന്നു, പേടി തോന്നും അവരെ കണ്ടാൽ. അപ്പോ ആളുകൾക്ക് അടുക്കാൻ വയ്യാൻ തോന്നാത്ത വിധത്തിലുള്ള ഒരു ഗാംഭീര്യവും ഗൗരവവും ആ ആളുകളെ പറ്റി അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ടാവണം. ഖുർആന്റെ ആ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആരൊക്കെയോ ഇവരെ കാണാനും എത്തിപ്പിടിക്കാനും ശ്രമിച്ചിട്ടുണ്ടാവണം. പക്ഷെ ഭയപ്പാടോടുകൂടി പിന്തിരിഞ്ഞു പോവുകയും ആ പ്രദേശത്തേക്ക് നമ്മൾ അടുക്കേണ്ടതില്ല എന്ന ധാരണയിൽ ആളുകൾ പിൻവാങ്ങിയിട്ടുണ്ടാവണം.
പ്രത്യേകിച്ച് ശിർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തിരിയൊക്കെ മതി പേടി വരാൻ. തൗഹീദുള്ള മനുഷ്യന്മാർക്ക് പിന്നെയും ധൈര്യം വരാം, എന്നാ ഒന്ന് പോയി നോക്കണല്ലോ, അങ്ങനെ പ്രേതമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കുക. ശിർക്കും തലയിലേറ്റി നടക്കുന്ന മനുഷ്യന്മാർക്ക് ഇത്ര തോന്നൊന്നും വേണ്ട. ഒരു നായ ഉണ്ട് അവിടെ അങ്ങനെ കിടക്കണ്, പോയി നോക്കിയപ്പോൾ കണ്ണും തുറന്ന് പറഞ്ഞ മനുഷ്യന്മാരിക്കുന്നുണ്ട്, വെറുതെ ആ വഹിക്കുന്നു വേണ്ട, വല്ല പ്രേതങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയാൻ സാധ്യത കൂടുതലാണല്ലോ. ഉറപ്പാ, നമുക്ക് ഈ ആളുകളെ പരിചയപ്പെട്ടുള്ള അനുഭവമാണ്. അപ്പൊ ആ നിലക്ക് ഈ ആളുകളെ കണ്ടവർക്ക് ഭയപ്പാട് തോന്നിയ ഒരു സാഹചര്യം വന്നപ്പോ അവരാരും ശല്യപ്പെടുത്താതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് അവിടെ കുറെ വർഷങ്ങളോളം ഉറങ്ങാൻ സാധിച്ചു. ഇതാണ് പറയുന്നത്. ഇനി ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം മക്കയിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുന്ന ആ സാഹചര്യമാണ് ഒരു ദൃക്സാക്ഷി വിവരണം പോലെയാണ് പറയുന്നത്. നേർക്ക് നേരെ ആ സന്ദർഭം പോയി കണ്ടിട്ട് അത് കണ്ടു നിൽക്കുന്ന മാതിരിയാ. ഒരു അങ്ങനെ ആയേക്കാം, സംഭവിച്ചേക്കാം എന്ന ശൈലിയിലല്ല. ആ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് കാണാം. സൂര്യദിക്കുമ്പോ സൂര്യപ്രകാശങ്ങൾ നേരെ തട്ടൂല, അത് വലത്തോട്ട് ചെരിഞ്ഞങ്ങ് പോകുന്നതാണ്. അസ്തമിക്കാൻ നേരത്തെ സൂര്യപ്രകാശങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞു കാണും. വളരെ വിശാലമായ സ്ഥലത്ത് അവരങ്ങനെ കിടക്കുകയാണ്. പിന്നെ അവർ വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിഞ്ഞു കിടക്കാറുണ്ട്. കണ്ടാ ഉണർന്നിരിക്കാൻ തോന്നും, ഉറങ്ങാ യഥാർത്ഥത്തില്. ആ ഗുഹാമുഖത്ത് നായ കാലം നീട്ടി കിടക്കുന്നുണ്ട്. പാളി നോക്കിയാൽ പേടി തോന്നും, ആകെ പേടിച്ചു പോകും. ആ യാതൊരു ദൃശ്യമായിരുന്നു അത് എന്നെല്ലാം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഒഴുക്കം മട്ടിൽ അവരെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരിക്കും നബി ആ രംഗം കണ്ട മാതിരിയാണ്. ഇത് ഏതോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയൊരു കാര്യമാണ്. ആ രീതി കണ്ടാൽ അറിയാം ഇത് മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച് പറയുന്നതാണ്, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. നബിയും പറ്റി പറയുകയും ഖുർആനും ആയതുകൊണ്ട് മാത്രം നമ്മൾ അംഗീകരിക്കേണ്ട ഈ വാക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ നാട്ടിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥ പല വിധത്തിലായിട്ട് ആളുകൾ ആ കഥ പറയാറുണ്ട്. നാട്ടുകൾക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളും പറയാറുണ്ട്, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പറയാനുള്ളൊരു കഥ യഥാർത്ഥ സ്ഥിതി ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു കഥയെപ്പറ്റി നമ്മൾ ആരെങ്കിലും സംസാരിക്കാൻ മെനക്കെടുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടി വരും നമ്മൾ. കാരണം പറഞ്ഞു പൊളിയരുതല്ലോ. അറിയാത്തൊരു കഥയാണെങ്കിൽ പറഞ്ഞുണ്ടാക്കാം. ആളുകൾ പറഞ്ഞ് പ്രചാരത്തിലുള്ള ഒരു കഥയെപ്പറ്റി അത് അങ്ങനെയൊന്നും വല്ല കൂട്ടരെ ഇങ്ങനെയാണെന്ന് നമുക്ക് പറയണമെങ്കിൽ അത്രമാത്രം പിൻബലം നമ്മുടെ കയ്യിലുണ്ടാകണം അറിവിന്റെ. ഇവിടെ സംഭവിക്കുന്ന അതാണ്. ആളുകൾ സംസാരിച്ച് പ്രചാരത്തിലിരിക്കുന്ന ഒരു സംഭവം, ഒരു കഥയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുന്നിൽ സത്യസന്ധമായി പറയാൻ വരുമ്പോഴുമ്പോ തന്റെ ഇടത്തോടെയാണ് ആ സംസാര രീതി. മൂടി വെച്ചിട്ടല്ലോ ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ട്, സഹാബികളും ഓതിയിട്ടുണ്ട്. അതോടുകൂടി ആ ഗുഹാവാസികളുടെ കഥയിൽ അതുവരെ പ്രചാരത്തിലുണ്ടായിരുന്നവ വിസ്മരിക്കപ്പെടുകയും ഈ യഥാർത്ഥ വശം മാത്രം നിലവിൽ വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് സ്ഥാപിക്കാവുന്ന വലിയൊരു വശമാണ് ഈ ആയത്തുകൾ. അതാണ് ആ നായയുടെ വർണ്ണനയൊക്കെ നൽകിയിരിക്കുന്നതിന്റെ ആശയം. സൂക്ഷ്മമായിട്ടാണ് നിങ്ങൾ നോക്കൂ. ആ നായ ആ ഗുഹാമുഖത്ത് കാലം നീട്ടി കിടക്കുന്നുണ്ട്. കണ്ടാ പേടി തോന്നും, ഉറങ്ങാന്ന് വിചാരിക്കും, ഉണർന്നിരിക്കാന്ന് വിചാരിക്കും. ഓരോ ഉറങ്ങാ ഇടത്തോട്ടും മടത്തോട്ടൊക്കെ തിരിച്ചു കിടക്കാറുണ്ട് അവര്. ഇങ്ങനെ പറയാൻ ഒറ്റയ്ക്ക് പറഞ്ഞ എന്തെങ്കിലും ഒരു പേടി ഉണ്ടാവും, തനിച്ച് പറയുമ്പോൾ, ഉണ്ടാക്കി പറയുമ്പോൾ. അപ്പൊ അത് അങ്ങനെ പറയുന്ന വാക്കുകൾ കേട്ടാൽ അറിയാം, ആ വിഷയം അവതരിപ്പിക്കുന്ന രീതി കണ്ടാൽ അറിയാം വാക്കുകൾ നബിയുടേതല്ല, അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റു പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണിപ്പോ പഠിക്കാനുള്ളത്. ആ കഥ പറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ അവരെങ്ങനെ അത്രയും വർഷങ്ങൾ ബാക്കിയായി എന്നതിനെ പറ്റിയുള്ള വിശദീകരണം മാത്രം. ഇനിയിപ്പോ നമ്മൾ പഠിക്കുന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വിശദീകരണം പറയേണ്ടി വരുന്നത് ആ നായനെ പറ്റിയാണ്. അതെന്നുവെച്ചാല് നാട്ടിൽ ആ നായനെ പറ്റി ഒരുപാട് ധാരണകൾ സമൂഹത്തിലുണ്ട്. പിന്നെ പല ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനൊക്കെ ആ നായയുടെ പേരെഴുതി തൂക്കിയാൽ മതി എന്ന ചിന്താഗതിയുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായന്റെ പേരും ചിത്രമൊക്കെ എഴുതി തൂക്കിയിട്ടൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ നായയെ പറ്റി ഈ ഒരു പരാമർശം മാത്രമേ ഖുർആനിലുള്ളൂ. ഈ നായ ആ ഗുഹാമുഖത്ത് കാലം നീട്ടി കിടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറൊരാവർത്തനവും ഈ നായയെപ്പറ്റി ഒരു ആയത്തിലുമില്ല. നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയകമായി ഇതല്ലാതെ ഒരു വാചകം പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതല്ലാതെ ഇതിന്റെ വിശദീകരിക്കാൻ ഒരു വാക്ക് നബി പറഞ്ഞിട്ടില്ല. അപ്പൊ ആ നായയെപ്പറ്റി ഖുർആൻ മാക്സിമം പറഞ്ഞതെന്താ? ആ ഗുഹാമുഖത്ത് ആ നായ കാലം നീട്ടി കിടന്നിരുന്നു എന്ന് മാത്രമാണ്. ആ നായയുടെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസിലില്ല. ആ നായയുടെ നിറം ഇല്ല, ഖുർആനിലില്ല, ഹദീസിലില്ല, എവിടെയുമില്ല. ആ നായ സ്വർഗാവകാശിയാണെന്ന് ഖുർആൻ പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ല. ആ നായ സ്വർഗത്തിൽ പോയെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുക ആ നായ സ്വർഗത്തിലാണ്. ഖുർആൻ എവിടെയും സംസാരിച്ചിട്ടില്ല, ഹദീസിലുമില്ല. പിന്നെ എവിടുന്ന് കിട്ടാണ് ഈ നായ സ്വർഗത്തിലാണ്? അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിൽ പോയ മാതിരി എന്നാണ് നാട്ടുകാർ പറയാറ്. അത് ഏത് സ്വർഗം? അള്ളാഹു അല്ല. കാരണം ഖുർആനിൽ എവിടെ ആ നായനെ പറ്റി വേറെ പരാമർശമില്ല, സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞിട്ടില്ല.
മാക്സിമം എന്ത് പറഞ്ഞു ഖുർആൻ? കുറെ നല്ല മനുഷ്യന്മാർ, അവരെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ അവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം റബ്ബിന്റെ കലാമില് എടുത്തു പറഞ്ഞപ്പോ ലോകാവസാനം വരെ വരുന്ന മനുഷ്യന്മാര് അത് സ്മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ നായന പാചകം ഓതിയാല് കൂലിട്ടു അല്ലെ? നിസ്കാരത്തിൽ ഓതിയാല് ഇപ്പൊ കെൽബും സാധാരണ നായ എന്ന് പറഞ്ഞാൽ കൂലിട്ടൂല, ഈ നായനെ പറഞ്ഞാൽ കൂലിട്ടു അല്ലെ? ഈ നായ ഓതിയ കൂലിട്ടൂലേ? ഖുർആനിലെ വാചകം ഓതിയ അള്ളാന്റെ അകത്ത് കൂലിണ്ട്. അപ്പൊ അതാണ് കിട്ടിയ പുണ്യം, അത്ര തന്നെ. ആ മഹാന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന നായയെപ്പറ്റി റബ്ബ് പരാമർശിച്ചതിന്റെ പേരിൽ ആ നായ ഓർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്ര മാത്രമേ സംഭവിച്ചുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ നമുക്ക് പരിശോധിക്കാറുള്ള ആളുകൾ സാധാരണ പറഞ്ഞു പഠിപ്പിക്കാറുള്ള ഇങ്ങനെയാണ്: മഹാന്മാരോട് സ്നേഹം വെച്ചതുകൊണ്ടാണ് ഈ നായക്ക് പോലും സ്വർഗത്തിൽ പോകാൻ സാധിച്ചതെങ്കിൽ മഹാന്മാരായ ആളുകളെ സ്നേഹിച്ചാല് അതുകൊണ്ട് മാത്രം നമുക്ക് സ്വർഗാവകാശികളായി തീരാവുന്നതാണെന്നാണ് സാധാരണക്കാരായ ആളുകളെ മുന്നിൽ പറഞ്ഞു കൊടുക്കാറ്. അത് മുഴുവൻ അവലംബിച്ച് നിൽക്കുന്ന എവിടെയെന്നറിയോ? ഈ നായ സ്വർഗത്തിലാണ് എന്ന വാക്കുമ്പലാണ്. അതില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ളതൊക്കെ പൊളിയേണ്ട താമസമില്ലല്ലോ. ആ നായ സ്വർഗത്തിലാന്ന് വന്നെങ്കിൽ ആ പറയുന്ന വാക്കിന് അർത്ഥമുണ്ട്. ആ നായ സ്വർഗത്തിലാന്ന് പറയാത്തിടത്തോളം കാലം മഹാന്മാരെ പെരിശം വെച്ചാല് സ്വർഗാവകാശിയാവും എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ മഹാന്മാരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്താൽ ഈ ദുനിയാവിൽ കയറുണ്ടാവുന്നതാണെങ്കിൽ, അതാണ് ഇപ്പൊ ഈ നായക്ക് കിട്ടിയ കയറ്, ഈ ദുനിയാവിൽ ആ നായനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതാണെങ്കിൽ അതിപ്പോ അത്ര തർക്കമുള്ള കാര്യമില്ല. നമ്മളെന്നെ ആലോചിച്ച് നോക്കുക. വെറുതെ മഹാന്മാരായ ആളുകളെ കൂടെ നമ്മൾ സ്നേഹിക്കുകയും അവരുടെ ബന്ധുക്കളായി മാറുകയും ചെയ്താല്, ഇഷ്ടപ്പെട്ടവരായി മാറുകയും ചെയ്താല് ഭൗതികമായി പല സുഖങ്ങളും ഉണ്ടാവും. ഇപ്പൊ നമ്മളെ സുഹൃത്തായ ഒരാൾ മന്ത്രിയായാൽ നമ്മളെ ചിലപ്പോൾ അയാളെ പേഴ്സണൽ സ്റ്റാഫിനെടുത്തു നിന്നൊക്കെ വരാം, അയാളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി എന്നൊക്കെ വരാം. ഈ ദുന്യാവിലുണ്ടാവും. അത് സാധാരണ സംഭവിക്കുന്നതല്ലേ. മനുഷ്യന്മാർക്ക് മാത്ര നാട്ടിലെ പ്രധാനമന്ത്രി പ്രസിഡന്റോ ആയി മാറി ഒരാൾ നിൽക്കുക, എന്നാല് അയാളെ കൂടെ അയാളെ വളർത്തുന്നായ അയാളെ കൂടെ പോവല്ലോ, പോകാറുണ്ടല്ലോ. അവിടുത്തെ നായ്ക്കളൊക്കെ രാഷ്ട്രപതി ഭവനിലും മറ്റിടത്തൊക്കെ മേയാറുണ്ടല്ലോ. നമുക്ക് കടക്കാൻ പാസ് വേണം, ഈ നായ്ക്ക് പാസ് വേണ്ട. അപ്പൊ ദുന്യാവിൽ ഈ നായ്ക്ക് കിട്ടുന്ന സ്ഥാനങ്ങൾ കണ്ടിട്ടില്ലേ? VIP പദവിയാ പലപ്പോഴും കിട്ടുക. എന്താ ഒന്ന് കാര്യം? ഒന്നുമില്ല, പ്രധാനപ്പെട്ട വ്യക്തിയുടെ വളർത്തുനായായി എന്ന് മാത്രം. അപ്പൊ ദുനിയാവിൽ മഹാന്മാരുടെ കൂടെ നടന്നാൽ മഹാത്മ്യവും പരിഗണനയും കിട്ടുമെന്നത് ഒരു തർക്ക പ്രശ്നമല്ല. അത് മനുഷ്യന്മാർക്കും കിട്ടാറുണ്ട്, ജീവികൾക്കും കിട്ടാറുണ്ട്, ജന്തുക്കൾക്കും കിട്ടാറുണ്ട്. നമ്മുടെ പ്രശ്നം ഇതേപടി പരലോകത്ത് ആവർത്തിക്കുമെന്നുള്ളതാണ്. ഇവിടെ ദുനിയാവിൽ നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ചപ്പാടും ഈ ഏർപ്പാടും മാശറയിലും പരലോകത്തും വരുമ്പോ അള്ളാന്റെ പക്കൽ പരിഗണിക്കപ്പെടുമെന്നുള്ളത്. അത് പരിഗണിക്കപ്പെടണമെങ്കിൽ അത് പരിഗണിക്കപ്പെടും എന്ന് കാണിക്കാവുന്ന വല്ല വചനങ്ങളും ഖുർആനിലുണ്ടാവണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ വേണം. ഒക്കെ പറ്റുമായിരുന്നു ഈ നായ സ്വർഗത്തിലാന്ന് ഖുർആനിലുണ്ടെങ്കിൽ. ഒക്കെ തെളിവായിരുന്നു, സമാധാനമായിരുന്നു. ഏതെങ്കിലും ഒരു മഹാനെ തെരഞ്ഞു പിടിച്ചിട്ട് ആ മഹാനെ സ്നേഹിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതി. എത്ര വാല് വേണമെങ്കിലും ആട്ടായിരുന്നു, ഇല്ലാത്ത വാല് നമുക്ക് സമാധാനമായിരുന്നു. കാരണം സ്വർഗ്ഗമാണല്ലോ കിട്ടാൻ പോകുന്നത്. പക്ഷെ ഖുർആൻ പറഞ്ഞ വാക്ക് അല്ലൈസലിൽ നിസാൻ ഇല്ല മാസാ വാസറത്തും മിസറുഖ്റ. ഒരാളുടെ പാപഭാരവും നിങ്ങൾ വേറേണ്ടി വരില്ല, മറ്റൊരാൾ പ്രവർത്തിച്ചതിന്റെ ഫലവും നിങ്ങൾക്ക് കിട്ടില്ല, സ്വയം പ്രവർത്തിച്ചതിന്റെ മാത്രമേ കിട്ടുള്ളൂ എന്നില്ല. വ്യക്തമുണ്ടാവുന്ന വിചാരിക്കുന്നു. അതായത് മഹാന്മാരൊക്കെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്താൽ ഭൗതിക ലോകത്ത് ഈ ദുനിയാവിൽ സ്ഥാനമാനങ്ങളും പരിഗണനയും ലഭിക്കും. യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. പക്ഷെ ഇതേ ചിത്രം പരലോകത്ത് ആവർത്തിക്കപ്പെടും എന്ന് പറയാൻ യാതൊരു തെളിവും ഖുർആനിലോ ഹദീസിലോ ഇല്ലതാനും. അതുകൊണ്ട് ഇവിടെ നമുക്ക് മഹാന്മാരെ സ്നേഹിക്കുകയും മറ്റൊക്കെ ചെയ്താൽ ആ സ്ഥാനമാനങ്ങളും പരിഗണന ലഭിച്ചെന്ന് വരാം. പരലോകത്ത് ആ സ്ഥാനമാനങ്ങളോ പരിഗണനയോ അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് ഖുർആനും പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി അതിലൊരു വിവരക്കേട് ചൂണ്ടിക്കാണിച്ചു തരാം. ആ ഉദാഹരണം മനുഷ്യന്മാരുടെ ബുദ്ധിയുള്ള മനുഷ്യന്മാരോട് പറയാൻ പാടില്ല എന്നുള്ളത്. എന്താന്ന് പറഞ്ഞാല് മഹാന്മാരെ പെരിശം വെച്ചതിന്റെ പേരിൽ ഒരു നായ സ്വർഗത്തിൽ പോയി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുന്നത്. അങ്ങനെ വാദത്തിന് ശരിയാന്ന് സംഭവിച്ചാൽ തന്നെ അത് നമുക്ക് പിന്നെ സമാധാനിക്കാം. എങ്ങനെ? നായനോട് അള്ളൊരു തെക്കിലീഫും പറഞ്ഞിട്ടില്ല, നേരത്തെ നിസ്കരിക്കാൻ പറഞ്ഞില്ല, നോമ്പ് വിൽക്കാൻ പറഞ്ഞില്ല, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അള്ളാഹ് നായനോട് പറഞ്ഞ നേരത്തിന് കുറയ്ക്കാനോ തിന്നാനോ ആയിരിക്കണം. കാരണം നായ അത് ചെയ്യാറുണ്ട്. നായയോട് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള ഇൽഹാം നൽകിയിട്ടുണ്ട്. ചില പ്രത്യേക കൊര മണത്ത് പിടിക്കുക, അങ്ങനെ ചില കാര്യങ്ങൾ. ഇതാണ് ഇപ്പൊ നായക്ക് കൊടുത്ത നിർദ്ദേശം. യാതൊരു തെക്കിലീഫും അള്ള ഏൽപ്പിക്കാത്തൊരു നായ അള്ളാഹു ഏൽപ്പിച്ച ഒരു ബാധ്യതയും നിർവഹിക്കാൻ അങ്ങനെ ഒരു ബാധ്യത അള്ള ഏൽപ്പിച്ചിട്ടില്ല ജന്തുവിനെ. അത് സ്വർഗത്തിലോ നരകത്തിലോ എവിടെ വേണമെങ്കിലും പോട്ടെ, അതാ അവസ്ഥ മനുഷ്യന്റെ.